نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. فيقول المصنف الإمام المجدد شيخ الإسلام محمد بن عبد الوهاب في كتاب التوحيد باب قول الله تعالى فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. قال ابن حزم اتفقوا على تحريم كل اسم معبد لغير الله كعبد عمرو وعبد الكعبة وما أشبه ذلك حاشا عبد المطلب. وعن ابن عباس في الآية قال لما تغشاها آدم حملت فأتاهما إبليس فقال إني صاحبكما الذي أخرجتكما من الجنة لتطيعنني أو لأجعلن له قرني أيل فيخرج من بطنك فيشقه ولا أفعلن يخففهما سمياه عبد الحارث فأبيا أن يطيعاه فخرج بيتا ثم حملت فأتاهما فقال مثل قوله فأبيا أن يطيعاه فخرج بيتا ثم حملت فأتاهما فذكر لهما فأدركهما حب الولد فسمياه عبد الحارث. فذلك قوله عز وجل فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. رواه ابن أبي حاتم وله بسند صحيح عن قتادة قال شركاء في طاعته ولم يكن في عبادته. وله بسند صحيح عن مجاهد في قوله لئن آتيتنا صالحا قال أشفق أن لا يكون إنسانا. وذكر معناه عن الحسن وسعيد وغيرهما. فيه مسائل: الأولى تحريم كل اسم معبد لغير الله. الثانية تفسير الآية. الثالثة أن هذا الشرك في مجرد تسمية لم تقصد حقيقتها. الرابعة أن هبة الله للرجل البنت السبية من النعم. الخامسة ذكر السلف الفرق بين الشرك في الطاعة والشرك في العبادة. സഹോദരന്മാരെ, 49ാമത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ വായിച്ച് വിശദീകരിക്കാൻ പോകുന്നത്. ഈ
ഈ അധ്യായത്തിന് പ്രവാചകമായി മുസന്നിഫ് റഹിമഹുല്ലാ നൽകിയിട്ടുള്ളത് സൂറത്തുൽ അഅറാഫിലെ 190-ാമത്തെ ആയത്തിന്റെ ഭാഗമാണ്. സൂറത്തുൽ അഅറാഫിലുള്ള 189, 190 ആയത്തുകൾ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതും ധാരാളം ചർച്ചകൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുന്നതുമായ 2 ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വജഅല മിൻഹാ സൗജഹാ ലിയസ്കുന ഇലൈഹാ ഫലമ്മാ തഗശ്ശാഹാ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين فلما آتاهما صالحا جعلا له شركاء فيما آتاهما فتعالى الله عما يشركون. ഈ ആയത്ത് അവതരിച്ചത് ആരെ സംബന്ധിച്ചാണ് എന്നതിൽ മുഫസ്സിറുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ 3 കൗലുകളാണ് പറഞ്ഞു വരാറുള്ളത്. ഒന്നാമത്തേത് ആദം അലൈഹിസ്സലാമിനെയും ആദമിന്റെ പത്നിയായിട്ടുള്ള ഹവ്വ അലൈഹിസ്സലാമിനെയും സംബന്ധിച്ചാണ് ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. അത് പ്രമുഖമായ വ്യാഖ്യാനമാണ്. ആധാറുകളിൽ ഏതാണ്ട് സ്ഥിരപ്പെട്ട ആധാറുകൾ ഇതിനെ ശക്തിപ്പെടുത്തുന്നുമുണ്ട്. അതേ സന്ദർഭത്തിൽ ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദമിനെയല്ല, മറിച്ച് മനുഷ്യവർഗത്തിൽ നിന്നും അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഏതൊരു മനുഷ്യരെയും എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആദം സന്തതികളിൽ നിന്ന് അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന ഏതൊരുത്തനെയും പങ്കുചേർക്കുന്നവനായ മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇങ്ങനെ 2ാമത്തെ അഭിപ്രായമുണ്ട്. 3ാമത്തെ അഭിപ്രായം പൂർവിക സമുദായങ്ങളിൽപ്പെട്ടിട്ടുള്ള ഒരാളെ കുറിച്ചാണ്, ബനൂ ഇസ്രായേലിൽപ്പെട്ടിട്ടുള്ള ചില ആളുകളെ കുറിച്ചാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. അല്ലാതെ ഈ ആയത്തിൽ പരാമർശിച്ചത് അബുൽ അംബിയ ആദം അലൈഹിസ്സലാമിനെയും പത്നിയായ ഹവ്വാനെയും സംബന്ധിച്ചല്ല. ഇങ്ങനെ 3ാമത്തെ അഭിപ്രായവും നിലനിൽക്കുന്നുണ്ട്. ഏതാണെങ്കിലും ശരി, എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈ കിതാബിൽ ഇത് ഉദ്ധരിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുവല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത് മിൻ നഫ്സിൻ വാഹിദത്തിൻ, ഒരേ ഒരു ആത്മാവിൽ നിന്ന്, അഥവാ ആദമിൽ നിന്ന്. ആദമിനെ അല്ലാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അത് ഖുർആനിന്റെ മറ്റായത്തുകളിൽ വ്യക്തമാക്കി. എന്നിട്ട് വജഅല മിൻഹാ സൗജഹാ, ആദമിനു വേണ്ട ഇണയെ അഥവാ ഹവ്വായിനെ ആദമിൽ നിന്ന്, ആദമിന്റെ നഫ്സിൽ നിന്ന് അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു. ആദമിനെ മണ്ണിൽ നിന്നും ആദമിന്റെ ഇണയെ ആദമിന്റെ നഫ്സിൽ നിന്നും അല്ലാഹു സൃഷ്ടിച്ചു. ലിയസ്കുന ഇലൈഹ, ആദമിന് സുക്കൂറുണ്ടാകുന്നതിന് വേണ്ടി, തന്റെ ഇണയിൽ സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി, തന്റെ ഇണയോടൊപ്പം ഒരു നല്ല മനോഹരമായ ദാമ്പത്യ ജീവിതം നയിച്ചുകൊണ്ട് സമാധാനം കണ്ടെത്തുന്നതിന് വേണ്ടി ആദമിന്റെ നഫ്സിൽ നിന്ന് തന്നെ ആദമിന് വേണ്ട ഇണയെ ഹവ്വായിനെ അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു. അങ്ങനെ ഫലമ്മാ തഗശ്ശാഹാ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി, ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് അതുപോലെ ഹവ്വായിനെ കുറിച്ചുമാണ് ഈ പരാമർശം. ഫലമ്മാ തഗശ്ശാഹ, അങ്ങനെ അദ്ദേഹം അവരെ പരിണയിച്ചപ്പോൾ ഹമലത്തെ ഹംലൻ ഖഫീഫൻ, അവർക്ക് ഗർഭധാരണമുണ്ടായി. ആദ്യം വളരെ ചെറിയ രൂപത്തിൽ ഗർഭം ധരിച്ചു, അഥവാ ഗർഭത്തിന്റെ ആദ്യകാലം. ഫമറത് ബിഹി, ആ ഗർഭം തുടങ്ങിയ കാലത്ത് ആ ഗർഭവുമായിട്ട് അവര് നടന്നു. ഫമറത് ബിഹി ഫലമ്മ അസ്ഫലത്, അങ്ങനെ ഗർഭം കുറെ കൂടി വലുതായി, ഗർഭം ഭാരമായി തോന്നിയ സമയമായപ്പോൾ, അഥവാ ഗർഭത്തിന്റെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ ദഅവല്ലാഹ റബ്ബഹുമ, അവർ രണ്ടുപേരും
അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു, ലഇൻ ആതൈതനാ സ്വാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ. അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ സ്വാലിഹായ ഒരു കുട്ടിയെ തന്നാൽ, യാതൊരു വൈകല്യവുമില്ലാത്ത, യാതൊരു കുഴപ്പവുമില്ലാത്ത നല്ല ഒരു കുട്ടിയെ, ആണാകട്ടെ പെണ്ണാകട്ടെ, ശബീയായ ഒരു മനുഷ്യക്കുഞ്ഞിനെ ഞങ്ങൾക്ക് നീ നൽകുകയാണെങ്കിൽ ലനകൂനന്ന മിനശ് ശാകിരീൻ, ഞങ്ങൾ അല്ലാഹുവേ നിനക്ക് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും. നീ ചെയ്തു തരുന്ന ആ അനുഗ്രഹത്തിന് ശരിയായ ഒരു വൈകല്യവുമില്ലാത്ത, ഒരു ന്യൂനതയുമില്ലാത്ത ഒരു കുഞ്ഞിനെ ഞങ്ങൾക്ക് നീ നൽകിയാൽ അതിന് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലായിരിക്കും ഞങ്ങൾ. ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രണ്ടുപേർക്കും നൽകി സ്വാലിഹൻ, ഒരു നല്ല കുഞ്ഞിനെ, വൈകല്യമൊന്നുമില്ലാത്ത ശരിയായ പൂർണ്ണതയുള്ള നല്ല ഒരു മനുഷ്യക്കുഞ്ഞിനെ നൽകിയപ്പോൾ ജഅലാ ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ, ജഅലാ അവർ രണ്ടുപേരും നിശ്ചയിച്ചു, ലഹു അല്ലാഹുവിന്, ശുറകാഅ പങ്കാളികളെ നിശ്ചയിച്ചു, ഫീമാ ആതാഹുമാ അവർക്ക് രണ്ടുപേർക്കും അല്ലാഹു നൽകിയിട്ടുള്ള ആ കുട്ടിയുടെ കാര്യത്തിൽ അവര് അല്ലാഹുവിന്റെ പങ്കാളികളെ നിശ്ചയിച്ചു. ഫതആലല്ലാഹു അമ്മാ യുശ്രികൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ ഉന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന്. ഇതാണ് ആയത്തിന്റെ നേർക്കുനേരെയുള്ള പരിഭാഷ. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ ആദമിനെ കുറിച്ചാകാം അലൈഹിസ്സലാം, അല്ലെങ്കിൽ ആദമിന്റെ സന്തതികളിൽ നിന്ന് ആരൊക്കെയാണോ ഈ വിധത്തിലുള്ള ശിർക്ക് ചെയ്യുന്നത് അവരെ കുറിച്ച് മുഴുവനുമാകാം. അതുമല്ലെങ്കിൽ പൂർവിക സമുദായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ചോ ചില വ്യക്തികളെക്കുറിച്ചോ അധികരിച്ചുകൊണ്ടാകാം ഈ ആയത്തിറങ്ങിയത്. എന്നാൽ ആധാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് എന്താണ്? ഇതാണ് നമുക്ക് നോക്കാനുള്ളത്. ആധാറുകളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ളത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് വന്നിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം റിവായത്ത് ചെയ്തിട്ടുണ്ട്. ആ റിവായത്ത് തള്ളിക്കളയാൻ പറ്റാത്ത, സ്വീകാര്യയോഗ്യമായിട്ടുള്ള തരത്തോട് കൂടിയിട്ടുള്ളതാണ്. എന്താണ് അതിൽ പറയുന്നത്? അൻ ഇബ്നു അബ്ബാസിൻ ഫിൽ ആയ, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഹബറുൽ ഉമ്മ വ തർജുമാനുൽ ഖുർആൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിവായത്ത്, ലമ്മാ തഗശ്ശാഹ ആദമു ഹമലത്, ആദമിനെ അല്ലാഹു മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, ആദമിന്റെ നഫ്സിൽ നിന്ന് ആദമിന്റെ ഇണയായ ഹവ്വായിനെ സൃഷ്ടിച്ചു. അങ്ങനെ ആദമിന് അല്ലാഹു ഇണയെ സൃഷ്ടിച്ചു നൽകിയപ്പോൾ ഫലമ്മാ തഗശ്ശാഹ, ആദം അവരെ പരിണയിക്കുകയും ചെയ്തപ്പോൾ ഹമലത്, അവർ ഗർഭം ധരിച്ചു, ഹവ്വാ ഗർഭം ധരിച്ചു. ഫഅതാഹുമാ ഇബ്ലീസു, അങ്ങനെ ഹവ്വാ ഗർഭം ധരിച്ച സന്ദർഭത്തിൽ ഇബ്ലീസ് അവരെ രണ്ടുപേരെയും സമീപിച്ചു. ഫഖാൽ, എന്നിട്ട് ഇബ്ലീസ് അവരോട് പറയുന്നു, ഇന്നി സ്വാഹിബുക്കുമാ, ഞാൻ നിങ്ങളുടെ കൂട്ടുകാരനാണ്, എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? നിങ്ങളുടെ കൂട്ടുകാരൻ. അല്ലദീ അഖ്റജ്തുകുമാ മിനൽ ജന്ന, നിങ്ങളെ രണ്ടുപേരെയും സ്വർഗത്തിൽ നിന്ന് ബഹിഷ്കരിപ്പിച്ചിട്ടുള്ള, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയിട്ടുള്ളവൻ ഞാനാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മയില്ലേ? അന്ന് ഇബ്ലീസ് വന്നുകൊണ്ട് ആദമിനോടും ഹവ്വായിനോടും ശപഥം ചെയ്തുകൊണ്ട് പറയുന്നു, ഇന്നി മഅകുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ വഖാസമഹുമാ ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ. ഇബ്ലീസ് വന്നുകൊണ്ട് അവരോട് സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്, രണ്ടുപേരോടും, ഇന്നി ലകുമാ ലമിനൻ നാസിഹീൻ, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷിയാണ്, രണ്ടുപേരുടെയും ഗുണകാംക്ഷിയാണ്. ഞാൻ നിങ്ങൾക്ക് നന്മയല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ സ്വർഗത്തിൽ എന്നുമെന്നും താമസിക്കണമെങ്കിൽ, സ്വർഗത്തിൽ നിങ്ങൾക്ക് ശാശ്വതികത്വം ലഭിക്കണമെങ്കിൽ, ഈ സ്വർഗത്തിന്റെ ആധിപത്യം എന്നും നിങ്ങളുടെ കൈകളിൽ തന്നെ നിലനിൽക്കണമെങ്കിൽ ഞാനൊരു ഉപായം പഠിപ്പിച്ചു തരാം, അത് ചെയ്താൽ മതി. ഹൽ അദുല്ലുക്കും അലാ ശജറത്തിൽ ഖുൽദ് വമുൽകിൻ ലാ യബ്ല, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ, പറഞ്ഞു തരട്ടെയോ, അറിയിച്ചു തരട്ടെയോ? അലാ ശജറത്തിൽ ഖുൽദ്, ഈ സ്വർഗത്തിലൊരു മരമുണ്ട്. ആ മരത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ
നിങ്ങൾക്ക് ഹുൽത്തുണ്ടാകും, സ്വർഗത്തിൽ നിങ്ങൾക്ക് അനശ്വരത ലഭിക്കും, നിങ്ങളിവിടെ ശാശ്വതരായി തീരും. ഒരിക്കലും തന്നെ നശിച്ചു പോകാത്ത, തീർന്നു പോകാത്ത ആധിപത്യം, അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ആധിപത്യം നിങ്ങൾക്ക് ഇവിടെ ഉറപ്പാക്കാനും പറ്റും. അതിനുള്ള ഒരു വൃക്ഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? അങ്ങനെ സത്യം ചെയ്ത് ശപഥം ചെയ്ത് അവർ രണ്ടുപേരെയും ഈ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവസാനം അവർ രണ്ടുപേരും ആ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാൻ തുടങ്ങി. ഭക്ഷിക്കാൻ തുടങ്ങുന്ന സമയത്താണ് അല്ലാഹു വിളിച്ചത്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, അലം അൻഹകുമാ അൻ തിൽകുമാ ശജറ വഖുൽ ലകുമാ ഇന്ന ശൈത്താന ലകുമാ അദുവ്വുൻ മുബീൻ. ആ വൃക്ഷത്തെ മാത്രം നിങ്ങൾ സമീപിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് വിലക്കിയിട്ടുണ്ടായിരുന്നില്ലേ? പിശാച് ഇബ്ലീസ് നിങ്ങളുടെ അടുക്കൽ വരും, അവൻ നിങ്ങളെ വഴിതെറ്റിക്കും, അവൻ നിങ്ങളുടെ പ്രഖ്യാപിത ശത്രുവാണ്, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ്, അവനെ നിങ്ങൾ സൂക്ഷിക്കണം എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നുവോ? അതിനാൽ ഈ വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക മുഖേന അല്ലാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചതിനാൽ നിങ്ങൾ രണ്ടുപേരും ഇറങ്ങുക, ഇനി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുക. രണ്ടുപേരും ഇറങ്ങിപ്പോകണം എന്ന് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ആദമിനെയും ഹവ്വാവിനെയും ഇറക്കിയിട്ട് ഭൂലോകത്തേക്ക് മാറ്റി. വലകും ഫിൽ അർളി മുസ്തഖറുൻ വ മതാഉൻ ഇലാ ഹീൻ. അവിടെ നിങ്ങൾക്കൊരു മുസ്തഖറുണ്ട്, താൽക്കാലികമായി നിങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു സങ്കേതമുണ്ട്. വ മതാഉൻ ഇലാ ഹീൻ, നിങ്ങൾക്ക് കണക്കാക്കപ്പെട്ട ഒരു അവധി വരെ, ഒരു നിശ്ചിതമായ നിർണയിക്കപ്പെട്ട അവധി വരെ ജീവിക്കാനുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും അതും അവിടെ തന്നെയുണ്ട്. അവിടെ നിങ്ങൾ ജീവിച്ചു കൊള്ളുക. ആ ഭൂമിയിലാണ് ഇനി നിങ്ങൾ ജീവിക്കുക, ആ ഭൂമിയിലാണ് നിങ്ങൾ മരിക്കുക. പിന്നീട് ലോകാവസാനത്തിൽ അഥവാ ഖിയാമത്ത് നാളിൽ ആ ഭൂമിയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ പുനരുജ്ജീവിപ്പിക്കപ്പെടുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ആ പിശാച് ഇറക്കിവിട്ട ആ ഇബ്ലീസ് ആദമിന്റെ അടുക്കൽ വന്നു, ഹവ്വാഇന്റെ അടുക്കൽ വന്നു അലൈഹി വസ്സലാം. എന്നിട്ട് പറയുന്നു, എന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, സാഹിബുക്കുമല്ലദീ അഖ്റജ്തുകുമാ മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്ന് നിങ്ങളെ പുറത്താക്കിയ ആ മിന്നലാണ് ഞാൻ. ലതുതീഉന്നനി, നിങ്ങൾ എന്നെ അനുസരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അനുസരിപ്പിക്കാനുള്ള ചില വിദ്യകളൊക്കെ എന്റെ അടുക്കലുണ്ട്. പിശാചിന് മനുഷ്യരെ തെറ്റിക്കാനുള്ള കുറെ ഉപായങ്ങൾ അറിയാം. അവരെ ഞാൻ മുന്നിലൂടെ ചെന്ന് തെറ്റിക്കാൻ നോക്കും, കിട്ടിയില്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകില്ല. അവന് ഞാൻ പിന്നിലൂടെ ചെന്ന് നോക്കും, മുന്നിൽ നിന്ന് നടക്കുന്നില്ലെങ്കിൽ പിന്നിൽ നിന്ന് നടത്താൻ ശ്രമിക്കും. ഇല്ലെങ്കിൽ അത് രണ്ടും വിജയിക്കാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ വലതുഭാഗത്തു കൂടെ വന്നു നോക്കും, നിങ്ങളുടെ ഇടതുഭാഗത്തു കൂടെ വന്നു നോക്കും. അങ്ങനെ എല്ലാ വഴിക്കും ഞാൻ നിങ്ങളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. മനുഷ്യനെ വിട്ടുകൊണ്ട് പിശാച് അവനെ കിട്ടില്ല എന്ന് കരുതിയിട്ട് ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ല. വലാത്തജിദ്വക്തറഹുശാക്കിരീൻ, മനുഷ്യ മക്കളിൽ ഭൂരിഭാഗം ആളുകളും അവന്റെ വലയിൽ അകപ്പെടുന്നവരാണ്. അധികം ആളുകളെയും അല്ലാഹുവിന്റെ നന്ദി ചെയ്യുന്ന യഥാർത്ഥ ദാസന്മാരായി മുഖ്ലിസുകളായി നിങ്ങൾക്ക് കണ്ടെത്തുക സാധ്യമല്ല. മറിച്ച് മഹാഭൂരിഭാഗവും അവന്റെ കെണിയിൽ പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിശാച് ആദ്യം അവനെ ആരാധിപ്പിക്കും. അള്ളാനെ ഒഴിവാക്കി എന്നെ ആരാധിക്കും എന്നുള്ളവർക്ക് കിട്ടും. അതിന് മനുഷ്യനെ തയ്യാറാകുന്നില്ലെങ്കിൽ തൊട്ടടുത്ത ലക്ഷ്യത്തിലേക്ക് പിശാച് താഴത്തേക്ക് ഇറങ്ങും. ശരി, എന്നെ ആരാധിക്കണ്ട, എന്നാൽ ഞാൻ പറയുന്ന ഏതെങ്കിലും വസ്തുക്കളെ ആരാധിച്ചാൽ മതി എന്നുള്ളിടത്തേക്കെത്തും. അള്ളാഹുവിൽ പങ്കുചേർക്കണം എന്നുള്ളിടത്തേക്കെത്തും. അതിനും സാധ്യമല്ലെങ്കിൽ ശിർക്ക്, പിശാചിനെ തന്നെ ആരാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിൽ മറ്റാരെങ്കിലും പങ്കുചേർത്തുകൊണ്ട് അല്ലാത്തവരെ ആരാധിക്കുക എന്നുള്ളിടത്തേക്ക് ചുരുങ്ങും. അതിന് സാധ്യമല്ലെങ്കിൽ പിന്നീട് പിശാച് ചെയ്യുന്നത് വിദ്യാർത്ഥികളും ഹവകളും, അള്ളാഹുവിന്റെ ദീൻ നശിപ്പിക്കുന്ന വിദ്യാർത്ഥികളും ഹവകളും അവരെ ചെയ്യുന്നതിന് വേണ്ടി അവനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. വിദ്യാർത്ഥികളും ഹവകളും
അതവനെ പ്രേരിപ്പിച്ചിട്ട് അതിനും അവനെ കിട്ടുന്നില്ലെങ്കിൽ, അവസാനം പിന്നീട് അതിനും അവനെ കിട്ടുന്നില്ലെങ്കിൽ ഒഴിവാക്കി വിടൂല. പിന്നെ അവന്റെ പിന്നാലെ കൂടും. അവന്റെ പിന്നാലെ കൂടിയിട്ട് അവനെയും അവന്റെ കുടുംബത്തെയും ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി നോക്കും. അവനെയും അവന്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിക്കാൻ നോക്കും. അങ്ങനെ തെറ്റിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പച്ചകെട്ട് തകർക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. അങ്ങനെ പിശാചിന്റെ അനുയായികളെ മുഴുവനും അങ്ങോട്ട് മനുഷ്യരിലേക്ക് അയക്കും. രാവിലെ വൈകുന്നേരത്ത് വന്നിട്ട് നേടാൻ ഇരുന്നിട്ട് ഇന്നെന്തൊക്കെ ചെയ്തു എന്ന് ഓരോരുത്തരുടെയും അവരുടെ പ്രവർത്തനങ്ങളുടെ അവരുടെ ആക്ടിവിറ്റീസിന്റെ റിപ്പോർട്ട് ചോദിക്കുമ്പോൾ ഒരുത്തം പറയുന്നു ഞാൻ അത് ചെയ്തു, പോരാ. വേറൊരുത്തം പറയുന്നു ഞാൻ ഇങ്ങനെ ചെയ്തു, പോരാ. അവസാനം ഒരുത്തൻ പറയുന്നു ഞാൻ ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടി, എന്നെ ഏൽപ്പിച്ച മനുഷ്യൻ, അങ്ങനെ അവന്റെ പിന്നാലെ കൂടി അവനെ ഞാൻ ശരിക്ക് ദുഷ്പ്രേരണകൾ ചെലുത്തി അവനെയും അവന്റെ ഭാര്യയെയും തമ്മിൽ തെറ്റിച്ചു. എന്നിട്ടാണ് ഞാൻ വരുന്നത്. നീ തന്നെയാണ് യോഗ്യനായ എന്റെ അനുയായി എന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് നേതാവ് അവന് സ്ഥാനമാനങ്ങൾ നൽകുകയും അവനെ തന്നിലേക്ക് അടുപ്പിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി അതിന് നടക്കുന്നില്ലെങ്കിൽ കുടുംബമല്ലാത്ത മറ്റു മനുഷ്യരുമായിട്ട്, സഹോദരന്മാരുമായിട്ട്, സുഹൃത്തുക്കളുമായിട്ട്, ബന്ധുക്കളുമായിട്ട് മറ്റുള്ളവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. അതാണ് ഫസാദുദാത്തിൽ ബൈൻ, പരസ്പരമുള്ള ബന്ധങ്ങൾ നശിപ്പിക്കും. അതിനും പിശാചിന് കിട്ടുന്നില്ലെങ്കിൽ പിശാച് വിടോ? ഇല്ല. നമ്മൾ വിചാരിച്ച് ഇത്രയൊക്കെ മെനക്കെട്ടിട്ട് കിട്ടാത്തപ്പോ പിശാച് ഒഴിവാക്കി പോകും. ഒഴിവാക്കായി പോകാത്തൊരു കക്ഷിയാണ് പിശാച്. അവസാനം വന്നിട്ട് അവന്റെ മനസ്സിൽ ശഹ്വത്തുകൾ ഇട്ട് കൊടുക്കും. ശിർക്കിന് അവനെ കിട്ടുന്നില്ല, പിശാചിനെ ആരാധിക്കാൻ കിട്ടുന്നില്ല, ശിർക്ക് ചെയ്യാൻ കിട്ടുന്നില്ല, അവവിദ്യാർത്ഥികൾ ചെയ്യാൻ കിട്ടുന്നില്ല, കുടുംബം തെറ്റിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവനും അവന്റെ സഹോദരന്മാർക്കും ഇടയിൽ തഹരീഷ് നടത്തിയിട്ട് ഫസാദുദാത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ഒന്നിനും കഴിയാത്തപ്പോ പിന്നാലെ കൂടും. പിന്നാലെ കൂടിയിട്ട് അവസാനം അവന്റെ മനസ്സിൽ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാനുള്ള, ചിലർക്ക് മദ്യാസക്തി വർദ്ധിപ്പിക്കും, ചിലർക്ക് ഭോഗതൃഷ്ണ വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഓരോ തരത്തിലുള്ള ശഹ്വത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നിട്ടും അതിനും ഇയാൾ രക്ഷപ്പെടുകയാണെങ്കിൽ പിന്നാലെ കൂടൂല. ഇമാം അഹ്മദ് മരണമാസന്നമായി കിടക്കുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇല്ല ഇതുവരെയും ഈ വാക്കിങ്ങനെ 2-3 തവണ ആവർത്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മകൻ പിതാവിനോട് ചോദിക്കാൻ, മരണാസന്നായി കിടക്കുന്ന ഈ സമയത്ത് എന്താണ് ഈ ലാബ്? ഇതുവരെയും എനിക്ക് സാധിച്ചിട്ടില്ല, ഇതുവരെ നോട്ട് യെറ്റ്, അതാണ് ലാബ്, ഇതുവരെ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അഹ്മദ് ബിൻ ഹംബൽ തന്റെ മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, പിശാച് ഇബ്ലീസ് അവിടെ വന്നിരുന്നിട്ട് എന്നോട് പറയാണ്, ഫുത്തനി യാ അഹ്മദ്, ഫുത്തനി യാ അഹ്മദ്, അഹ്മദ് നീ എനിക്ക് പിടി നൽകിയില്ല, എനിക്ക് പിടിത്തം തരാതെ നീ രക്ഷപ്പെട്ടു എന്ന് പിശാച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയാണ്, ലാ ബഅദ്, ലാ ബഅദ്, ഇല്ല, ഈ നിമിഷം വരെ പിടുത്തം തരാതെ ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടില്ല. അവസാനത്തെ ശ്വാസം നിലച്ചെങ്കിലേ പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ അവസാനത്തെ ശ്വാസം വരെ പിശാച് പിന്നാലെ കൂടും. ഏറ്റവും വലുതിന് നോക്കും. അത് നടക്കുന്നില്ലെങ്കിൽ വിടില്ല, താഴത്തേക്ക് ഇറങ്ങും. അത് നടക്കുന്നില്ലെങ്കിൽ അതിന്റെ താഴേക്ക് ഇറങ്ങും. അതും നടക്കുന്നില്ലെങ്കിൽ അതിന്റെ താഴേക്ക് ഇറങ്ങും. എന്തെങ്കിലും ഒരു വാക്ക്, അതെങ്കിലും പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. മഹാനായ ഇമാം അഹ്മദാണ് പറയുന്നത്, റളിയല്ലാഹു അൻഹു വറഹിമ, അദ്ദേഹമാണ് പറയുന്നത്, ലാ ബഅദ്, മരിക്കാൻ കിടക്കുന്ന സമയത്ത്, മരണമാസന്നമായ ആ നിമിഷത്ത് ഇപ്പോൾ പോലും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല. പിശാച് പറയുന്നു, പുത്തരി യാ അഹ്മദ്, പുത്തരി യാ അഹ്മദ്, പുത്തരി യാ അഹ്മദ്, അഹ്മദ് നീ എന്റെ പിടുത്തത്തിൽ നിന്ന് കുതിരയോടി രക്ഷപ്പെട്ടു, നീ രക്ഷപ്പെട്ടുവല്ലോ, എനിക്ക് പിടുത്തം തരാതെ നീ രക്ഷപ്പെട്ടുവല്ലോ. ഇല്ല, ഈ നിമിഷം വരെയും ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല, അവസാനത്തെ ശ്വാസവും നിൽക്കട്ടെ. ഇങ്ങനെ, കാരണം പിശാചിനെ അത്ര അധികം സൂക്ഷിക്കണം. അവൻ പ്രത്യക്ഷ ശത്രുവാണ്. അല്ലാഹു ഭൂലോകത്തേക്ക് നമ്മെ ഇറക്കി വിടുന്ന സമയത്ത് പറഞ്ഞിട്ടുള്ളത്, ഇന്ന ശൈത്വാന ലക്കും അദു ഫത്തഖിദൂഹു അദുവ്വാ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്,
അത് ശത്രുവാണ് എന്ന് കേട്ടുവല്ലെങ്കിൽ പോയാൽ പോരാ. മറിച്ച് അവരെ നിങ്ങളൊരു ശത്രുവായി കാണുക തന്നെ വേണം. അത് നമ്മൾക്കുണ്ടോ? നമ്മുടെ ശത്രുക്കളെ നമ്മൾ ചിലപ്പോ കാണുക ഒന്നുകിൽ സയനിസ്റ്റുകളാണ് എന്ന് പറയും, ജൂതന്മാരും സയനിസ്റ്റുകളുമാണ്. അല്ലെങ്കിൽ ചിലപ്പോ പറയും നമ്മൾ കാണാത്ത വിധത്തിൽ വളരെ സീക്രട്ടായി പലതും നടത്തുന്ന സ്വകാര്യ സംഘടനകളും ഏജൻസികളും ഒക്കെയുണ്ട്, അങ്ങനെയുള്ള പലരുമാണ് എന്ന് പറയും. അതുപോലെ തന്നെ ആ ജാതിക്കാരാണ്, ഈ വർഗക്കാരാണ് പലരുടെയും ചുമലിൽ കൊണ്ടുപോയി വെക്കും, പലരുടെയും ചുമലിൽ കൊണ്ടുപോയി വെക്കും. അല്ല, ഇതൊന്നുമല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിശാചി തന്നെയാണ്. ഇബ്ലീസ് വജുനൂദുഹു, അവനാണ് നമ്മുടെ ശത്രു, അവനാണ് മനുഷ്യന്റെ ശത്രു, അവനാണ് ഒരു മുഅ്മിനിന്റെ ശത്രു. ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നമുക്ക് ആലോചിക്കാം, ഇന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഭരണാധികാരി അല്ലെങ്കിൽ വേറൊരു പ്രമുഖനായിട്ടുള്ള മുസ്ലിം എന്തെങ്കിലും ഒരു ആപത്ത് പറ്റിയാൽ അതിന്റെ ശത്രുക്കൾ ചെയ്തതാണ്. അങ്ങനെയാണ്, ഇങ്ങനെയാണ്. മഹാനായ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സുബ്ഹ് നിസ്കരിക്കുന്ന സമയത്ത് മസ്ജിദ് നബവിയിൽ വെച്ച് സഹാബത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കൂടെ, വേറെ ആരുമില്ല. സഹാബത്തല്ലാത്തൊരു വളരെ കുറച്ചാളുകളുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് എത്ര കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ, കുറഞ്ഞ വർഷമായിട്ടുള്ളൂ, നമുക്കറിയാവുന്നതാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഒരു കത്തി കൊണ്ട്, ആ കത്തി എന്ന് പറഞ്ഞാൽ ഇരുതല മൂർച്ചയുള്ള കത്തി, അതിൽ തന്നെ വിഷം പുരട്ടിയ കത്തി, ഒരു നിലക്കും രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ആ കത്തി കൊണ്ട് ഒരു ശത്രു വന്ന് കുത്തുന്നു. കാരണം അവിടെ നമ്മൾ ആരെയാണ് കുറ്റം പറയാ? അത് മറ്റേ സയനിസ്റ്റുകളാണ് അല്ലെങ്കിൽ ഇങ്ങനത്തെവരാണ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റും. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം അതുപോലെ തന്നെ കൊല്ലപ്പെടുകയാണ്, രക്തസാക്ഷ്യം വരിക്കുകയാണ് ചെയ്യുന്നത്. അത് റസൂലുള്ളാഹിന്റെ പട്ടണത്തിൽ വെച്ച് ഏതാണ് കാലം? സഹാബത്ത് ജീവിച്ചിരിക്കുന്ന കാലം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു കൊല്ലപ്പെടുകയാണ്. സുബ്ഹ് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഇബ്നു മുൽജിം അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇതിനൊക്കെ എന്താ വ്യാഖ്യാനം? എന്താ വിശദീകരണം? ഏതാണ് ഗൂഢാലോചന? എന്താ അന്താരാഷ്ട്ര ഗൂഢാലോചന നടക്കുന്നത്? മനുഷ്യന്റെ ശത്രു യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ ശത്രു അത് ഇബ്ലീസ് വജുനൂദ്. ഏത് ചെറുതും അവൻ വിടൂല, ഏത് വലുതും അവൻ വിടൂല. വലുതിൽ വലുത് ചെയ്യാൻ നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന് കിട്ടുന്നില്ലെങ്കിൽ തൊട്ട് താഴെയുള്ളത്, അതില്ലെങ്കിൽ ആകെ കൂടെ അവന്റെ കുടുംബം നശിപ്പിച്ചിട്ട് കൊളാക്കി തീർക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ എല്ലാവരുമായി പ്രശ്നമാക്കാൻ നോക്കുക. എന്റെ ശത്രു മനുഷ്യനാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ ബഹളങ്ങൾക്ക്, ഈ തരത്തിലുള്ള കലാപങ്ങൾക്ക്, കുഴപ്പങ്ങൾക്ക്, എല്ലാ കുഴപ്പങ്ങളും അവരിൽ നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മുടെ ശത്രുവിനെ നമ്മൾ തിരിച്ചറിയാത്തതാണ് പ്രശ്നം. ഖുർആനിന്റെ ആയത്തിൽ ഫത്തഖിദൂഹു അദുവ്വാ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രയോഗം അത് വേറെ അർത്ഥമല്ല. ആ ആയത്ത് നമ്മൾ മനസ്സിലാക്കുകയോ അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുകയോ ചെയ്യാത്തതാണ് നമ്മുടെ പരാജയം. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ നമുക്കിടയിൽ വിള്ളലുകൾ വരുമായിരുന്നില്ല. ഏതാണെങ്കിലും ശരി, ഈ പിശാച് വന്നിട്ട് ആദം അലൈഹിസ്സലാമിനോട് പറയുന്നു, ഹവ്വായിനോട് പറയുന്നു അലൈഹിമസ്സലാം, ലതുതീഉന്നനി, എന്നെ നിങ്ങൾ അനുസരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഹവ്വാഇന്റെ ഗർഭത്തിലിരിക്കുന്ന ആ കുഞ്ഞിന് ഞാൻ 2 കൊമ്പുണ്ടാക്കി. കർന്ന് എന്ന് പറഞ്ഞാൽ കൊമ്പ്, കർന്നൈനി 2 കൊമ്പുകൾ. ഇളാഫത്ത് ചെയ്തപ്പോ തെസ്നിയന്റെ നൂന് കളഞ്ഞു, കർന്നൈ എന്നാക്കി. അയ്യിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടാടിന്റെ ആൺ കാട്ടാടിനാണ് പറയാ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ കണ്ടിട്ടുണ്ടാകും, ഈ ഖത്തറിലൊക്കെ അല്ലേ, ഖത്തറിന്റെ ചിഹ്നത്തിൽ ഒരാടിന്റെ ചിത്രം കേൾക്കുന്നതാണ്. അതിന്റെ കൊമ്പ് കണ്ടിട്ടുണ്ടാകും, നീണ്ട കൊമ്പായിരിക്കും. അത് വയലാണ്. ആ ആടിനാണ്, ആ കാട്ടാടിനാണ് എന്തെന്ന് പറയുന്നത്, വയല് എന്ന് പറയുന്നത്. അതിലെ ആൺ കാട്ടാടിനാണ് അയ്യിൽ എന്ന് പറയാം. അതിന്റെ കൊമ്പ് പോലത്തെ 2 നല്ല മൂർച്ചയേറിയിട്ടുള്ള നീളമുള്ള 2 കൊമ്പ് നിങ്ങളുടെ കുഞ്ഞിന് ഞാൻ നൽകും.
അപ്പൊ പ്രസവിച്ചു വരുന്ന കുഞ്ഞ് ചിലപ്പോ മനുഷ്യന്റെ കോലത്തിലാവൂല, ചിലപ്പോൾ ആടിന്റെ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ബഹീമത്തിന്റെ കോലത്തിലാകും. മാത്രമല്ല അതിന് 2 കൊമ്പുണ്ടാകും എന്ന് മാത്രമല്ല ഹവ്വ നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ഫയശുബ്ബുഹു വയറ് കുത്തിക്കീറിയിട്ടാണ് പുറത്തേക്ക് വരിക. വയറ് കീറിയിട്ട് പുറത്തിറങ്ങും. ഞാനത് പറയല്ല കേട്ടോ, ചെയ്തിരിക്കും, ഞാനത് ചെയ്തിരിക്കും. യുഹവ്വിഫുഹുമ അവരെ 2 പേരെയും, ആദമിനെയും ഹവ്വാവിനെയും 2 പേരെയും പിശാച് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നു. അതിനാൽ നിങ്ങൾക്ക് സ്വാലിഹായ അഥവാ സബിയായ ന്യൂനതകളില്ലാത്ത കുഴപ്പങ്ങളില്ലാത്ത പൂർണ്ണനായ ഒരു മനുഷ്യക്കുഞ്ഞു വേണോ? സമ്മിയാഹു ഗർഭത്തിലിരിക്കുന്ന ഈ കുഞ്ഞിന് നിങ്ങൾ പേര് നൽകണം അബ്ദുൽ ഹാരിസ്. അബ്ദുൽ ഹാരിസ് എന്ന് നിങ്ങൾ പേരിടണം. ഹാരിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പിശാചിന്റെ പേരായിട്ടാണ്. അബ്ദുൽ ഹാരിസ് എന്ന് നിങ്ങൾ പേരിടണം. ഹാരിസിന്റെ അടിമ എന്ന് പേരിടണം. അത്ര എനിക്ക് ആവശ്യമുള്ളൂ. പിശാചല്ലെങ്കിലും അങ്ങനെയാണ്, ആദ്യം തലവെക്കാൻ ചോദിക്കും. അങ്ങനെ തലവെക്കാൻ അവസരം കൊടുത്താൽ പിന്നെ മുഴുവൻ മൂപ്പരകത്ത് കയറിക്കോളും. ചെറിയൊരു സംഗതിയിൽ നിന്നാണ് വലിയതിലേക്ക് എത്തുക. നിങ്ങൾക്കറിയാം, മനുഷ്യവർഗത്തിൽ ആദ്യമായി ശിർക്ക് വന്നിട്ടുള്ളത് മഹാന്മാരെ അനുസ്മരിക്കുക എന്ന് പറഞ്ഞുകൊടുക്കുന്നതാണ്. അത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ആ മഹാന്മാരെ ഓർക്കുന്നിടത്തുനിന്നാണ് പിന്നീട് ഒരു മുസ്വാലത്ത്, അതിലൂടെയാണ് മഹാത്മാക്കളോട് പിന്നീട് ദുആ ചെയ്യുന്നത് വരെയുള്ള വലിയ ശിർക്കിലേക്ക് ജനങ്ങൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സമ്മിയാഹു ആ കുഞ്ഞിന് നിങ്ങൾ 2 പേരും പേരിടാൻ നിങ്ങൾ തയ്യാറാകണം. അബ്ദുൽ ഹാരിസ് അതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതാണ് ഇസ്മുൻ മുഅബ്ബദ് ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ അബ്ദാണെന്ന് പറയുന്ന നാമകരണം. ഇതുപോലെ അബ്ദുൽ കഅബ കഅബയുടെ അടിമ, അബ്ദുൽ ഹാരിസ് ഹാരിസിന്റെ അടിമ, അബ്ദു അംറിൻ അംറിന്റെ അടിമ, അബ്ദുൽ നബി നബിയുടെ അടിമ എന്നുള്ള അർത്ഥത്തിൽ അല്ലാഹു അല്ലാത്തവരുടെ അബ്ദാണ് അടിമയാക്കി തീർക്കുന്ന പേര്. ആ അർത്ഥത്തിൽ അബ്ദുൽ ഹാരിസ് എന്നുള്ള ഒരു പേര് നിങ്ങൾ ആ കുട്ടിക്ക് ഇട്ടേക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ കുട്ടിയെ ഞാൻ ഒരു നല്ല മനുഷ്യക്കുഞ്ഞായിട്ടല്ല, ചിലപ്പോൾ ഒരു ബഹീമത്ത്, ഒരു മൃഗത്തിന്റെ കോലത്തിലാ വരിക. ചിലപ്പോൾ അതിന് 2 കൊമ്പുണ്ടാകും. ചിലപ്പോൾ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ വയറ് കീറിയിട്ട്, കൊമ്പ് കൊണ്ട് വയറ് കീറിയിട്ട് ആ കുഞ്ഞ് പുറത്തേക്ക് ചാടും. അതുകൊണ്ട് ഇല്ലാതിരിക്കണമെങ്കിൽ സമ്മിയാഹു അബ്ദുൽ ഹാരിസ് എന്ന് പറഞ്ഞു. ഫഅബയ അവർ 2 പേരും വിസമ്മതിച്ചു. അവർ 2 പേരും വിസമ്മതിച്ചു. ഇല്ല, ഞങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്തിട്ടുള്ളവരാണ്. ലഇൻ ആതൈതനാ സാലിഹൻ ലനകൂനന്ന മിനശ് ശാകിരീൻ ഫലമ്മാ തഗശാഹാ ഹമലത് ഹംലൻ ഖഫീഫൻ ഫമറത് ബിഹി فلما أثقلت دعوا الله ربهما لئن آتيتنا صالحا لنكونن من الشاكرين. അതുകൊണ്ട് അബ്ദുൽ ഹാരിസ് അല്ലാഹുവിലേക്ക് ചേർത്തിട്ടുള്ള അബ്ദ്, അല്ലാഹുവിന്റെ അടിമ എന്ന് പറയുന്ന പേരല്ലാതെ അല്ലാത്തവരിലേക്ക് ചേർത്തിട്ടുള്ള പേര് അബ്ദുൽ ഹാരിസ്, അബ്ദുൽ കഅബ, അബ്ദു അംറിൻ, അബ്ദുൽ നബി പോലുള്ള ഒരു പേരുടെ ഞങ്ങൾ തയ്യാറല്ല. ഫഅബയ അൻ യുതിഅഹു 2 പേരും ഇബ്ലീസിനെ അനുസരിക്കാൻ വിസമ്മതിച്ചു. ഫഖറജ മൈതൻ അങ്ങനെ ഗർഭം പൂർത്തിയായി. ഹവ്വ റളിയല്ലാഹു അൻഹാ ആ കുഞ്ഞിന് പ്രസവം നൽകുമ്പോൾ, പ്രസവിക്കുമ്പോൾ ഖറജ മൈതൻ, അത് ചാപ്പിള്ളയായിരുന്നു, മൈത്തായിട്ടാണ് കുട്ടി പുറത്തു വന്നത്. സുമ്മ ഹമലത് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ഹവ്വ ഗർഭം ധരിച്ചു. ഫഅതാഹുമ ഇബ്ലീസ് വിടോ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇബ്ലീസ് ഒരു മടുപ്പില്ലാത്ത പണിക്കാരനാണ്. ഏതൊരാളും കുറെ നോക്കിയിട്ട് കിട്ടൂലെങ്കിൽ ഒഴിവാക്കും. ഇത് ഒഴിവായി പോരാത്ത ഒരു വലഞ്ഞ കേസാണ്. ഫഅതാഹുമ വീണ്ടും വന്നു ഇവർ 2 അടുക്കൽ. ഫഖാല മിസ്ല ഖൗലിഹി നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭീഷണികൾ മുടക്കി. ഇപ്പൊ എന്തായി? അബ്ദുൽ ഹാരിസിന് പേരിടാനല്ലേ പറഞ്ഞത്, അത് കേട്ടില്ല. കുഞ്ഞിനെ കിട്ടിയോ? കിട്ടിയില്ല. കുഞ്ഞിനെ ചാപ്പിള്ളയാക്കിയിട്ട് പുറന്തള്ളി. ഇനി നിങ്ങൾ ഈ കുട്ടിക്കെങ്കിലും അബ്ദുൽ ഹാരിസിന് പേരിട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അതിന് ഒരു ബഹീമത്ത് മൃഗത്തിന്റെ കോലത്തിലുള്ള കുഞ്ഞാക്കി പുറത്തിറക്കും. അതിന് ഞാൻ 2 കൊമ്പ് വെച്ചു കൊടുക്കും. നിങ്ങളുടെ വയറ് കയറി പുറത്തു ചാടും. ഫഅബയ അൻ യുതിഅഹു 2ാമത്തെ കുഞ്ഞ് ഗർഭത്തിലിരിക്കുമ്പോഴും പിശാച് ഇതേ കളി കളിച്ചു. 2 പേരും വിസമ്മതിച്ചു. അൻ യുതിഅഹു ഇബ്ലീസിനെ അനുസരിക്കാൻ. ഫഖറജ മൈതൻ
അവര് പേരിടാൻ തയ്യാറായില്ല, അബ്ദുൽ ഹാരിസ് എന്ന് പേരിടാൻ തയ്യാറായില്ല. അവസാന ഗർഭകാലം പൂർത്തിയായി. ഹവ്വ ആ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞു പ്രസവിച്ചു വന്നത് മൈത്തൻ ചാപ്പിള്ളയായിട്ടാണ്. പിന്നെ മൂന്നാമത്തെ അവര് ഗർഭം ധരിച്ചു. ഇബ്ലീസിന്റെ 3 അല്ലെങ്കിൽ 10 തവണയാണെങ്കിൽ ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കും. മടുപ്പ് നമുക്കല്ലേ, മടുപ്പ് വരാത്ത കക്ഷിയാണ് ഇബ്ലീസ്. 3-ാം തവണ അയാൾ വന്നു, ആദമിനെയും ഹവ്വാവിനെയും സമീപിച്ചു. അവരോട് നേരത്തെ പറഞ്ഞതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഭീഷണിക്ക് ഭീഷണി, കൊമ്പിന് കൊമ്പ്, ആടാക്കും, ഊരിയാക്കും, അങ്ങനെയാക്കും, വയറ് കീഴും, അല്ലെങ്കിൽ ചാപ്പിള്ളയാക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവരെ രണ്ടുപേരെയും പിടികൂടി. ഹുബ്ബുൽ വലദ്, ഒരു കുഞ്ഞിന്റെ കാല് കാണാനുള്ള ആ സ്നേഹം, കുഞ്ഞിന് വേണ്ടിയുള്ള ആ ദാഹം, അതവരെ പിടികൂടി. മനുഷ്യ സ്വഭാവമാണ്. മനുഷ്യന് ചില ന്യൂനതകളുണ്ട്, മനുഷ്യന് ചില വീക്ക്നെസ്സുകളുണ്ട്. ആ വീക്ക്നെസ് പെട്ട ഒരു സംഗതിയാണ് കുഞ്ഞ് എന്ന് പറയുന്നത്. കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്കറിയാം, നല്ല തൗഹീദിലൊക്കെ നല്ല വിശ്വാസമുണ്ട്, വളരെ സബാത്ത് കാണിക്കുന്ന ആളാന്ന് പറയും. കല്യാണം കഴിക്കും, 1 വർഷം കുഞ്ഞൊന്നും ഉണ്ടായില്ല. പിന്നെ വീട്ടിലുള്ളവരൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ സംസാരിക്കും. പിന്നെ ആ വാക്ക് ഇവരുടെ ചെവിയിൽ കേൾക്കുന്ന രൂപത്തിലാകും. എന്നാലിപ്പോ അവളെ ഒഴിവാക്കി വേറൊന്ന് നോക്കുക എന്നുള്ളവർക്കാക്കും. അവളെ ഒഴിവാക്കുക എന്നുള്ളത് ഇയാൾക്ക് ആലോചിക്കാനും വയ്യ. പിന്നെ അങ്ങോട്ട് പോയി നോക്ക്, ഇങ്ങോട്ട് പോയി നോക്ക്, പിന്നെ ചികിത്സയാകും. 1-2 ചികിത്സകളൊക്കെ കഴിയുന്ന നേരത്ത് പറയും അവന് തകരാറ്, അവൾക്ക് തകരാറ്, നടക്കാൻ പോണില്ല. രണ്ടിലൊരാൾക്ക് തകരാറാണെന്ന് പറയും. അപ്പോഴാണ് കേൾക്കുന്നത് ഇവിടെ ഒരു ഔലിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു ബീവിയുണ്ട്, അല്ലെങ്കിൽ അവിടെ വേറൊരാളുണ്ട്, അവിടെ പോയിട്ട് ഒരു നേർച്ച നടന്നിട്ടുണ്ടെങ്കിൽ ആ ഖബറിന്റെ അടുക്കൽ പോയിട്ട് ഖബറിങ്ങനെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നേർച്ച നൽകിയിട്ടുണ്ടെങ്കിൽ ഗർഭം ധരിക്കും എന്ന് പറയുമ്പോ മനുഷ്യൻ അവിടെ എന്ത് ചെയ്യും? അവന്റെ മുൻകാലത്തുണ്ടായിരുന്ന അവന്റെ സദാത്തൊക്കെ ഒഴിഞ്ഞു പോകും. ഇത് മനുഷ്യന്റെ ഒരു ദൗർബല്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ആദം അലൈഹിസ്സലാമിന്റെ സ്വഭാവമായിട്ട് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞതാണ്, വലഖദ് അഹ്ദനാ ഇലാ ആദമ മിൻ ഖബ്ൽ ഫനസിയ വലം നജിദ് ലഹു അസ്മാ. ആദമിന് മുമ്പ് നാം ഒരു കരാർ നൽകി, ഒരേ ഒരു കരാർ മാത്രം. സ്വർഗത്തിലുള്ള ഏതും നിങ്ങൾക്ക് യഥേഷ്ടം ഉപയോഗിക്കാം, പക്ഷെ ഒരേ ഒരു വൃക്ഷം മാത്രം, അത് നിങ്ങൾ സമീപിക്കരുത്. ആ കരാർ നൽകിയിട്ട് ഫലം നജിദ് ലഹു അസ്മാ, അത് മുറുകെ പിടിക്കാനുള്ള ഒരു സ്ഥൈര്യം, അതിനുള്ള ഒരു ഉറപ്പ്, അതിനുള്ള ഒരു മനോദാർഢ്യം ആദം പ്രകടിപ്പിച്ചില്ല. ആദമിൽ നാം അത് കണ്ടില്ല. കുറച്ചു കഴിഞ്ഞ് പിശാച് മനോഹര വാക്കുകൾ പറഞ്ഞപ്പോൾ അതിൽ പെട്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് ആദമിന് മാത്രമല്ല, ആദമിന്റെ മക്കൾക്ക് മുഴുവനുള്ള സ്വഭാവമാണ്. തുടക്കത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കും, കുറച്ചും കഴിയുമ്പോ അവന്റെ മനോദാർഢ്യം, അവന്റെ ആത്മവീര്യം ചോർന്നു പോകും, അവൻ വേണ്ടാത്തതിലേക്ക് പോകും. 1-ാമത്തെ തവണ പിശാചിനനുസരിച്ചില്ല, 2-ാമത്തെ തവണ പിശാചിനനുസരിച്ചില്ല, 3-ാമത്തെ തവണ ഗർഭം ധരിക്കുമ്പോൾ ഒരു മനുഷ്യക്കുഞ്ഞിനെ കിട്ടാനുള്ള, ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം അവരെ രണ്ടുപേരെയും പിടികൂടി. അങ്ങനെ അബ്ദുൽ ഹാരിസ്, അവർ രണ്ടുപേരും ആ കുഞ്ഞിന് അബ്ദുൽ ഹാരിസ് എന്ന് പേര് വിളിച്ചു. ആ പേര് വിളിച്ചതിനെ സംബന്ധിച്ചാണ് സൂറത്തുൽ അറാഫിലുള്ള 190-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഇക്കാര്യത്തെ കുറിച്ചാണ്. ഫലമ്മാ ആതാഹുമാ സാലിഹൻ ജഅലാ ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ, അവർക്ക് രണ്ടുപേർക്കും നാം നൽകിയപ്പോൾ, അഥവാ ആദമിനും ഹവ്വാഇനും നാം നൽകിയപ്പോൾ, സാലിഹൻ ഐ ബശറൻ സവിയ്യൻ വലദൻ സവിയ്യൻ, ന്യൂനതകളില്ലാത്ത, കൊമ്പൊന്നുമില്ലാത്ത, മൃഗത്തിന്റെ രൂപത്തിലല്ലാത്ത പൂർണ്ണനായ നല്ലൊരു മനുഷ്യക്കുഞ്ഞിനെ അവർക്ക് രണ്ടുപേർക്കും നാം നൽകിയപ്പോൾ ജഅലാ ലഹു ശുറകാഅ ഫീമാ ആതാഹുമാ, അവർക്ക് രണ്ടുപേർക്കും നാം നൽകിയിട്ടുള്ള ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അല്ലാഹുവിൽ അവർ പങ്കുചേർത്തു. ഏതിലാണ് പങ്കുചേർത്തത്? ആ പങ്കുചേർത്തത് ഫിത്തസ്മിയ, കുഞ്ഞിന് പേര് വിളിക്കുന്ന കാര്യത്തിലാണ്. പേര് വിളിക്കുന്നതിൽ എങ്ങനെയാണ് ശിർക്കുണ്ടായിത്തീർന്നത്? അള്ളാഹുവിന്റെ അബ്ദ് എന്ന് പറയേണ്ടതിന്റെ പകരം അള്ളാഹുവല്ലാത്ത മറ്റേതെങ്കിലും ഒരാളിലേക്ക് ചേർത്ത് അയാളുടെ അബ്ദ്, ഉബൂദിയ്യത്തിന്റെ ലഫ്ള് അള്ളാഹുവല്ലാത്തവരിലേക്ക് ചേർത്തു. തസ്മിയത്തിൽ മാത്രമാണ്, ഹഖീഖത്തിലല്ല. ഇവിടെ ശിർക്ക് സംഭവിക്കുന്നത് തസ്മിയ,
നാമകരണം എന്ന് പറയുന്ന പദത്തിൽ മാത്രമാണ്. അതല്ലാതെ ഒരിക്കലും അതിന്റെ ഹഖീഖത്തിലല്ല. ലം തുഖ്സദ് ഹഖീഖത്തുഹ. തന്റെ മകൻ ഈ പ്രസവത്തിലുണ്ടാകുന്ന കുട്ടി അല്ലാഹു അല്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഉബൂദിയ്യത്ത് നൽകുന്നവനാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് പേരിൽ മാത്രം, പദത്തിൽ മാത്രം, നാമത്തിൽ മാത്രം അങ്ങനെ ഒരു ശിർക്ക് വരുത്തി തീർത്തു. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു ഇതിൽ നിന്നൊക്കെ എത്രയോ ഉയരത്തിലാണ്. തആല ഉലൂ എന്നുള്ളത് അതിന്റെ തഫാഅല വചനാണ്. തആല അല്ലാഹു എത്രയോ ഉന്നതനാണ്. അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിൽ നിന്ന് അവൻ ഏകനാണ്, അതുല്യനാണ്, അദ്വിതീയനാണ്, അത്യുന്നതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവര് ശിർക്ക് ചേർക്കുന്ന ഈ ശിർക്കിന്റെ നിലവാരത്തിലുള്ളവരല്ല. ആ എല്ലാ പങ്കാളികളും അവർ അല്ലാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്, അവരുടെ നിലവാരത്തിലല്ല. അവൻ മുഴുവൻ സൃഷ്ടികൾക്കും മീതയാണ്. അത് ദാത്തുകൊണ്ടും മഅന കൊണ്ടും അവൻ മീതയാണ്. അവൻ അത്യുന്നതനാണ്. തആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്യുന്നതനാണ്. ഈ സംഭവം റവാഹു ഇബ്നു അബീ ഹാത്തിം റിവായത്ത് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കാര്യം വരും. എന്ത് വരും? ഇവിടെ ആദം അലൈഹിസ്സലാം ശിർക്ക് ചെയ്തു, ഹവ്വ അലൈഹിസ്സലാം ശിർക്ക് ചെയ്തു എന്ന് ഈ വ്യാഖ്യാനം അംഗീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ വ്യാഖ്യാനം അംഗീകരിക്കുകയാണെങ്കിൽ അങ്ങനെ പറയേണ്ടി വരില്ലേ? അതെ, അവർ ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഷിർക്ക് അക്ബർ അവരിൽ നിന്ന് സംഭവിച്ചു എന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അൽ മസ്അലത്തു സാലിസ, മൂന്നാമത്തെ മസ്അലയിൽ ഇതിൽ നിന്ന് ഇസ്തിൻബാത്ത് ചെയ്തുകൊണ്ട് മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത് അന്ന ഹാദ ശിർക ഫീ മുജറദി തസ്മിയ. ഇവിടെ ശിർക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലമായ നാമകരണം മാത്രമാണ്. അബ്ദുൽ ഹാരിസ് എന്നുള്ള ലഫ്ള് അബ്ദ് എന്നുള്ളത് ഹാരിസിലേക്ക് ചേർത്തു. അബ്ദുള്ള എന്നോ അബ്ദുറഹ്മാൻ എന്നോ അബ്ദുസ്സമദ് എന്നോ ഇങ്ങനെ അല്ലാഹുവിന്റെ നാമത്തിലേക്ക് ചേർക്കേണ്ടതിന് പകരം മറ്റൊരു നാമത്തിലേക്ക് അബ്ദ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇസ്മുൻ മുഅബ്ബദിന് ഗൈരില്ല, അല്ലാഹു അല്ലാത്തവരുടെ അബ്ദ് എന്ന് അർത്ഥം തോന്നിപ്പിക്കുന്ന ആ പദം ഉപയോഗിച്ചു, നാമകരണം ചെയ്തു. ലം തുഖ്സദ് ഹഖീഖത്തുഹാ, ഒരിക്കലും ഉബൂദിയ്യത്ത് അല്ലാത്തവർക്ക് നൽകാം എന്ന് വിശ്വസിക്കുകയോ നൽകുകയോ ചെയ്യുക എന്ന ഹഖീഖത്ത് അവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടേ ഇല്ല. ഇങ്ങനെയുള്ളത് ഇത്തരത്തിലുള്ള മൈനറായ കാര്യങ്ങൾ അത് സംഭവിക്കാം. വലൈസ മുഹാലൻ, അതിന് മുസ്തഹീലിന്റെ കൂട്ടത്തിൽ കണക്കാക്കേണ്ടതില്ല. കാരണം ഇതിന്റെ മുമ്പത്തെ അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഒരു ജൂതൻ വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ നിങ്ങൾ നല്ല ഖൗമാണ് എന്ന് പറയുമ്പോ അതെ നിങ്ങളുടെ അടുക്കലുണ്ട് ചെറിയ വീഴ്ചകൾ. എന്താ നിങ്ങളുടെ അടുക്കലുള്ള ശിർക്ക്? നിങ്ങളുടെ അടുക്കലുള്ള ശിർക്ക് മാഷാ അല്ലാഹ് വശാ മുഹമ്മദ്, മാഷാ അല്ലാഹ് വശിർക്ക് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അത് ശിർക്കല്ലേ? അതുപോലെ തന്നെ വറബ്ബിൽ കഅബ, സത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചിലപ്പോൾ കഅബയെ കൊണ്ട് ശപഥം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം വിലക്കുന്നത് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം. അതുവരെ ചിലപ്പോഴെങ്കിലും ഏതെങ്കിലും ചില സഹാബിമാരെങ്കിലും ആ രൂപത്തിൽ റബ്ബുൽ കഅബ എന്ന് ശപഥം ചെയ്യുകയോ അതല്ല എങ്കിൽ മാഷാ അല്ലാഹ് വശിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ലഫ്ള് മാത്രമാണ്. അത് ലഫ്ള് പിന്നെ ഞാൻ പറഞ്ഞിടത്ത് റബ്ബിൽ കഅബ എന്നല്ല, വൽ കഅബ, കഅബയാണ് സത്യം എന്ന് പറയുന്നത്. റബ്ബുൽ കഅബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുത്തിട്ടുള്ളതാണ്. കഅബയുടെ റബ്ബ് തന്നെയാണ് സത്യം എന്ന് പറയുന്നത് ശരിയായ രീതിയാണ്. ഏതാണെങ്കിലും ശരി, ഇങ്ങനെ ഉള്ള മൈനറായ ചില ശിർക്കുകൾ, ലഫ്ളിൽ വരുന്ന ചില ശിർക്കുകൾ അത് സംഭവിക്കാം. അത് സംഭവിച്ചു പോകുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ എന്തല്ല, അയാളിൽ നിന്ന് ശിർക്ക് സംഭവിച്ചു, അത് പാടില്ലാത്ത സംഭവമാണ് എന്ന് പറയുന്ന അതിലേക്കെത്തില്ല. ഈ രൂപത്തിലുള്ള ഒരു ശിർക്കു ത്വാഅ, ഇവിടെ നടന്ന ശിർക്ക് യഥാർത്ഥത്തിൽ എന്താണ്? ഇബ്ലീസിനെ അനുസരിച്ചു എന്നുള്ള ശിർക്ക് മാത്രമാണ്. ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു അബ്ദുൽ ഹാരിസ് എന്നൊരു പേരിട്ടേക്ക്, അബ്ദുൽ ഹാരിസ് ഒരു പേരിട്ടേക്ക്, എന്താണ് നിങ്ങളുടെ കുട്ടി ശരിയായിട്ട് പൂർണ്ണനായ ഒരു വൈകല്യവുമില്ലാത്ത നല്ല കുഞ്ഞായി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബഹീമത്ത് മൃഗത്തിന്റെ കോലത്തിൽ വരും.
അല്ലെങ്കിൽ അതിന് 2 കൊമ്പുണ്ടാകും, അല്ലെങ്കിൽ അത് ചാപ്പിള്ളയാകും. ഞാൻ പല കളിയും ഞാൻ കളിക്കും, വെറുതെ ഞാൻ വിടുന്നവരല്ല, കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറയുന്നുണ്ടല്ലോ. ഈ സ്ഥിതി വിശേഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ശിർക്കുത്വാഅത്തും എന്ന് പറയുന്നതും ശിർക്കുൽ ഇബാദത്ത് എന്ന് പറയുന്നതും രണ്ടും രണ്ടാണ്. ശിർക്കുൽ ഇബാദത്ത് എന്ന് പറയുന്നത് ശിർക്കുൻ അക്ബർ, മുഖ്രിജുൻ മിനൽ മില്ല വ മുഖല്ലിദുൻ സാഹിബഹു ഫിന്നാർ. അത് മതത്തിൽ നിന്ന് ഒരാളെ പുറത്തേക്ക് തള്ളുന്ന കാര്യമാണ്. അതുപോലെ തന്നെ അത് ചെയ്തു പോയ ഒരാൾ അയാൾ നരകത്തിൽ ശാശ്വതനാണ്. എന്നാൽ ഈ ശിർക്കുത്വാഅത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശിർക്കുൻ അസ്ഗർ എന്ന് പറയുന്നത് അത് ഒരാളെയും മതത്തിൽ നിന്ന് പുറത്താക്കുന്നില്ല, അതല്ലെങ്കിൽ അതൊരിക്കലും ഒരാളെയും നരകത്തിൽ ശാശ്വതനാക്കുന്നുമില്ല. ഈ കാര്യത്തിന് വേണ്ട വിധത്തിൽ തൗബ ചെയ്തിട്ടില്ല എങ്കിൽ, അള്ളാഹു ആ തൗബ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അയാൾ ഏറ്റുവാങ്ങേണ്ടി വരും. അതാണ്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ആദമിനെ കുറിച്ച് ആകുന്നതിന് യാതൊരു തടസ്സവും ഇല്ല. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു ജരീർ അത്വബരി റഈസുൽ മുഫസ്സിരീൻ അദ്ദേഹം ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നിടത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ 3 അഭിപ്രായങ്ങളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. ആയത്തിന്റെ 3 വ്യാഖ്യാനങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം ഹവ്വ ദമ്പതിമാരെയാണ്. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു വ്യക്തിയെയല്ല, ആദമിന്റെ മക്കളിൽ നിന്ന്, മനുഷ്യവർഗത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള ശിർക്ക് ചെയ്യുന്ന ഏതൊരുത്തരെയും ഒരു മനുഷ്യൻ ഈ തരത്തിലുള്ള ശിർക്കുത്വാഅത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ തസ്മിയത്തിൽ ഇസ്മുൻ മുഅബ്ബദുൻ ലിഗൈരില്ല, അല്ലാഹു അല്ലാത്തവരുടെ അടിമ എന്ന പേരിൽ എന്ന അർത്ഥത്തിൽ വരുന്ന നാമങ്ങൾ നൽകുന്ന ഇത്തരത്തിലുള്ള ആളുകൾ, അവരിൽപ്പെട്ട ഏതൊരുത്തരെയും ഉദ്ദേശിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. തഹദീദില്ല. മൂന്നാമത്തെ അഭിപ്രായം, പൂർവിക സമുദായത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ട ഏതോ വ്യക്തികളെയോ ഏതെങ്കിലും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ചില വ്യക്തികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇതിറങ്ങിയിട്ടുള്ളത്. ഈ 3 കൗലും ഉദ്ധരിച്ചതിന് ശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു, ഹക്കാ ഇബ്നു ജരീർ അൽ ഇജ്മാഅ അലാ അന്നൽ മുറാദ ബിൽ ആയത്തി ആദം വ ഹവ്വ. ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന ദമ്പതിമാർ ആദമും ഹവ്വാവുമാണെന്നത് സലഫുകളുടെ ഇടയിൽ ഇജ്മാ എന്നൊരു കാര്യമാണ്. അതിനെ നിരാകരിക്കേണ്ട ഒരു വിഷയമല്ല. പലപ്പോഴും ഈ ശിർക്കിന്റെ ഇനങ്ങൾ വകതിരിക്കാൻ കഴിയാത്ത ആളുകൾ, അഥവാ ശിർക്കുൻ അക്ബറും ശിർക്കുൻ അസ്ഗറും വകതിരിക്കാൻ കഴിയാത്ത ആളുകൾ, ശിർക്കുൽ ത്വാഅത്തും ശിർക്കുൽ ഇബാദത്തും വകതിരിക്കാൻ കഴിയാത്ത ആളുകൾ, ഹഖീഖത്ത് ഉദ്ദേശിക്കാതെ വെറും ലഫ്ള് കൊണ്ട് പറയുന്ന ലഫ്ളിയായ ശിർക്കും അല്ലാത്ത ഹഖീഖിയായ ശിർക്കും വകതിരിക്കാൻ കഴിയാത്ത ആളുകൾ ആദമും ഹവ്വയും ശിർക്ക് ചെയ്തു എന്നൊരു വ്യാഖ്യാനം പറയുന്നത് ഭൂഷണമല്ല എന്ന് പറയുകയും ഈ ആധാറുകൾ തള്ളിക്കളയുകയും ചെയ്യും. അത് ശരിയല്ല. മറിച്ച് ആധാറുകൾ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത് സലഫുകളുടെ ഇടയിൽ ഏതാണ്ട് ഇജ്മാഉണ്ട് എന്ന് ഇബ്നു ജരീർ അത്വബരി വ്യക്തമായി എഴുതിയിട്ടുള്ള കാര്യം ഈ ആയത്തിൽ യോജിപ്പിച്ചിരിക്കുന്ന, സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്ന ദമ്പതിമാർ ആദമും ഹവ്വാവുമാണ്. ഹൈതു ഖാല ഫീ തഫ്സീരിഹി വഅൗലൽ ഖൗലൈനി ബിസ്സവാബി ഖൗലു മൻ ഖാല അലാ ബിഖൗലി ഫലമ്മാ ആതാഹുമാ സാലിഹൻ ജഅല ലഹു ശുറകാ ഫിൽ ഇസ്മി ലാ ഫിൽ ഇബാദ വഅന്നൽ മഅനിയ ബിദാലിക ആദം വഹവ്വ ലിഇജ്മാഇൽ ഹുജ്ജത്തി മിൻ അഹ്ലി തൗഹീദി അലാ ദാലിക. ഇവിടെ അവർക്ക് 2 പേർക്കും കുറ്റമില്ലാത്ത, കുറവുകളില്ലാത്ത, ന്യൂനതകളില്ലാത്ത, വൈകല്യങ്ങളില്ലാത്ത പൂർണ്ണനായ ഒരു മനുഷ്യക്കുഞ്ഞിന് നാം നൽകിയപ്പോൾ അവർക്ക് നൽകിയിട്ട് ആ കുഞ്ഞിന്റെ കാര്യത്തിൽ അവർ അല്ലാഹുവിൽ പങ്കുചേർത്തു എന്ന് പറയുന്നത് ആ പങ്കുചേർക്കൽ ഫിൽ ഇസ്മി, കുഞ്ഞിന്റെ പേര് കൊടുത്തിട്ടുള്ള നാമത്തിൽ, വാക്കിൽ, പദത്തിൽ മാത്രമാണ്. ലാ ഫിൽ ഇബാദ, ഇബാദത്തിലല്ല. വഅന്നൽ മഅനിയ ബിദാലിക, ഇവിടെ അങ്ങനെ ഗർഭം ധരിക്കുകയും കുഞ്ഞു ജനിക്കുകയും കുഞ്ഞിന്റെ പേര് നൽകുകയും ചെയ്തിട്ടുള്ള ദമ്പതിമാരെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദം ഹവ്വ ദമ്പതിമാരാണ്. അതിനുള്ള കാരണം ഇജ്മാഉൽ ഹുജ്ജ മിൻ അഹ്ലി തൗഹീദി അലാ ദാലിക, കാരണം ഖുർആനിന് വ്യാഖ്യാനം നൽകുന്ന അഹ്ലു തൗഹീദിന്റെ ഇജ്മാഅ് ഈ വിഷയത്തിലുള്ളതിനാൽ. ഇതാണ് അതിലെ ഫസ്ലുൽ ഖിതാബ്, അവസാനം പറയാനുള്ള അവസാന വാക്കില. ചിലർക്ക് പറയുമ്പോൾ മറിച്ച് 2 വ്യാഖ്യാനങ്ങളും ഞാൻ മൂടി വെക്കുന്നില്ല. അഹ്ലു സുന്ന അങ്ങനെയാണ്. തെളിവ് അവർക്ക് അനുകൂലമാണെങ്കിൽ അത് മാത്രം ഉദ്ധരിക്കുക, അവർക്ക് അനുകൂലമല്ലാത്ത തെളിവ് മറച്ചു വെക്കുക എന്നുള്ളത് അഹ്ലു സുന്നത്തിന്റെ രീതിയല്ല. മറിച്ച് അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ തെളിവിന്റെ കൂടെ ഏതാണോ ശക്തമായ തെളിവ് അതിലേക്കാണ് മാറും. അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. അല്ലാതെ ഒരു മുൻവിധി ഉണ്ടാക്കി വെച്ചിട്ട്
ഇവിടുത്തെ പല ആളുകളും ഈ ആയത്ത് വ്യാഖ്യാനിക്കുകയോ മിമ്പറിൽ വെച്ചോ അല്ലാത്ത സമയത്തോ ഇത് ഓതി ചെയ്യുമ്പോൾ അവരിതിന്റെ ഇത്തരം കാര്യങ്ങളൊന്നും വകതിരിച്ച് മനസ്സിലാക്കാതെ ആദമും ഹവ്വയും ശിർക്ക് ചെയ്തു എന്ന് വ്യാഖ്യാനം പറഞ്ഞാൽ വലിയ അബദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് ഇതിലേക്ക് കണ്ടു. അവിടെ ശിർക്ക് പലതരമുണ്ട് എന്ന കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ശിർക്കില് അസ്ഗർ അക്ബർ ഉണ്ട്. മാത്രമല്ല ഇസ്മിൽ വരുന്ന ശിർക്കുണ്ട്, ഇസ്മിൽ വരുന്ന ലഘുവിയായ ശിർക്കുണ്ട്. അത് ഇബാദത്തിലുള്ള ശിർക്കല്ല. അതുകൊണ്ട് ഒരാൾ ഒരിക്കലും തന്നെ മതത്തിൽ നിന്ന് പുറത്തു പോകുന്നില്ല. അങ്ങനെ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നരകത്തിൽ ശാശ്വതനുമല്ല. അയാളിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുള്ള ആ ശിർക്കിന് അയാൾ തൗബ ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കാവുന്നതും പുറത്തു കൊടുക്കാവുന്നതുമാണ്. ഇവിടെ സംഭവിച്ചത് ആദം ഹവ്വ ദമ്പതിമാര് ശിർക്കു ത്വാഅത്ത് അതാണ് അവർ ചെയ്തത്. ഇബ്ലീസ് വന്ന് ആദ്യം പറഞ്ഞു കൂട്ടാക്കിയില്ല, രണ്ടാമത് വന്നു കൂട്ടാക്കിയില്ല, മൂന്നാമത് ഗർഭം പൂർണ്ണമായി വരുന്ന സന്ദർഭത്തിൽ അതരക്കഹുമാഹുൽ വലദ് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള അവരുടെ മോഹം അവരതിജയിച്ചു. മനുഷ്യന് പറഞ്ഞ സ്വഭാവമാണ്, മനുഷ്യന്റെ ജന്മസഹജമായ ഭാവമാണ്. ഫലം ഒരു കാര്യത്തിൽ കുറെ അങ്ങോട്ട് പോകുമ്പോൾ ഉറച്ചു നിൽക്കാനുള്ള മനോദാർഢ്യം, ആത്മവീര്യം അവന് കൈമോശം വരികയാണെന്നത്. അതുകൊണ്ട് അവസാനം പിശാച് പറഞ്ഞത് അനുസരിച്ചു. ആ ശിർക്കുത്താഴത്ത് മാത്രമാണ് ഇവിടെ സംഭവിച്ചു പോയിട്ടുള്ളത്. ഇതാണ് അതിന്റെ ശരിയായ വ്യാഖ്യാനം. മറ്റു രണ്ട് വ്യാഖ്യാനം മറച്ചു വെക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, എന്നിട്ട് ഖാലബ്നു ഹസ്ബിൻ, ഇതിന് ഞാൻ ഉദ്ധരിച്ച ഇബ്നു അബ്ബാസിൽ നിന്നുള്ള ഈ വ്യാഖ്യാനത്തിന്റെ മുമ്പ് ഇബ്നു ഹസ്ബ് പറഞ്ഞ വാക്ക് കൊടുക്കുന്നുണ്ട്. ഇബ്നു ഹസ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹിരി, ഇബ്നു ഹസ്ബുല്ലാഹിരിയാണ്. ഇബ്നു ഹസ്ബ് പറഞ്ഞു ഹുവ ആലിമുൽ അൻദുലുസ് അബൂ മുഹമ്മദ് അലി ഇബ്നു അഹ്മദ് ഇബ്നു സഈദ് ഇബ്നു ഹസ്ബ് അല്ലാഹിരി അൽ ഖുർത്തുബി സാഹിബ് التصانيف الكثيرة الجميلة. ഇബ്നു ഹസ്ബ് അൻദുലുസി അല്ലാഹിരി അദ്ദേഹം പറഞ്ഞു ഇത്തഫഖു അലാ തഹ്രീമി കുല്ലി ഇസ്മിൻ മുഅബ്ബദൻ ലിഗൈരില്ലാഹ്. ഇത്തഫഖു ഉലമാഉൽ ഇസ്ലാം, ഇസ്ലാമിലെ ഉലമാക്കൾ അവർക്കിടയിൽ ഇത്തിഫാഖുള്ള കാര്യമാണ്, അവർ ഏകോപിച്ച വിഷയമാണ്. അലാ തഹ്രീമി കുല്ലി ഇസ്മിൻ മുഅബ്ബദൻ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്ത മറ്റാരുടെയെങ്കിലും അടിമയാണ് എന്ന് പറയുന്ന ഒരു പേര് ആർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഒരാളിനോ പെണ്ണിനോ നമ്മൾ വിളിക്കാൻ പാടില്ല. അങ്ങനെ പേര് വിളിക്കുന്നത് ഹറാമാണ് എന്ന കാര്യം, അത് ഹറാമാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ട്. ഏതുപോലെയൊക്കെ അമ്രന്റെ അടിമ, ആ പേര് ഇസ്മുൽ മുഅബ്ബദുൻ ലിഗൈരില്ല, അമ്രന്റെ അടിമയാക്കിയിട്ടാണ് പേരിട്ടത്, അത് ഹറാമാണ്. അബ്ദുൽ കഅബ, കഅബയുടെ അടിമ, കാരണം കഅബ എന്നുള്ളത് അള്ളയല്ല, അള്ളാന്റെ സൃഷ്ടിയാണ് കഅബ. അതുകൊണ്ട് തന്നെ കഅബയുടെ അടിമ എന്ന് പറയുന്നത് ഹറാമാണ് എന്ന്, അങ്ങനെ പേര് വിളിക്കുന്നത് ഹറാമാണെന്നത് ഇത്തഫഖഹുൽ ഇസ്ലാം, മുസ്ലിംകൾക്കിടയിൽ ഏകോപിച്ചുള്ള കാര്യം, ഏകോപിച്ച അഭിപ്രായമാണ്. വമാ അസ്ബഹ ദാലിക്, ഇതുപോലുള്ള പേരുകൾ ഹാശ അബ്ദുൽ മുത്തലിബ്, അതിൽ നിന്ന് ഒഴിവുള്ള ഏകമായ പേര് അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന പേര് മാത്രമാണ്. ഹാശ അബ്ദുൽ മുത്തലിബ്. എന്തുകൊണ്ടാണ് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് മാത്രം അതിൽ നിന്ന് ഒഴിവായത്? കാരണം മുത്തലിബ് എന്റെ ഒരു സഹോദരനുണ്ടായിരുന്നു. ആ സഹോദരൻ എന്ത് ചെയ്തു? അയാൾ മദീനത്ത് പോയി. മദീനത്ത് പോയിട്ട് ബനു നജ്ജാറിൽ നിന്ന് കല്യാണം ചെയ്ത് അവിടുന്ന് കുട്ടിയുണ്ടായി. ആ കുട്ടി അവിടെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അയാൾ മരണപ്പെട്ടു. മരണപ്പെട്ടതിന് ശേഷം മുത്തലിബ് മദീനത്ത് പോയി. മദീനത്ത് പോയിട്ട് തന്റെ സഹോദരന്റെ കുട്ടിയെയും കൂട്ടിയിട്ട്, വാഹനപ്പുറത്ത് സഹോദരന്റെ ഈ കുട്ടിയെയും കൂട്ടിയിട്ട്, ഈ കുട്ടിക്ക് തമ്മീതെത്തിയപ്പോ ആ കുട്ടിയെ കൂട്ടിയിട്ട് മക്കത്തേക്ക് വരികയാണ്. മക്കത്തേക്ക് അവർ രണ്ടുപേരും കൂടെ വരുമ്പോ മുന്നില് പിന്നെ ഹാഷിമുണ്ട്, പിന്നെ അദ്ദേഹത്തിന്റെ മുത്തലിബുണ്ട്. മുത്തലിബിന്റെ പിന്നിൽ മുത്തലിബിന്റെ സഹോദരന്റെ കുട്ടിയുണ്ട്. അങ്ങനെ ദീർഘമായ യാത്ര കഴിഞ്ഞു വന്നപ്പോ, യാത്ര കഴിഞ്ഞു വരുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായും ആ കുട്ടിന് ഒരു ചെറുപ്പക്കാരനാണല്ലോ, ചെറുപ്പക്കാരന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്, വെയിൽ കൊണ്ടിട്ട്. ആ സമയത്ത്
മക്കക്കാരായ ആളുകൾ മുത്തലിബ് പിന്നിലൊരു കുട്ടിയെയും വിളിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. വരുന്നത് കണ്ടപ്പോൾ മുത്തലിബ് ഒരു കുട്ടിയും കൂട്ടി വരുന്നത് കണ്ടപ്പോ ആ കുട്ടിയുടെ കളറും കണ്ടപ്പോ അവര് പറഞ്ഞു അബ്ദുൽ മുത്തലിബ്, ഇത് മുത്തലിബിന്റെ അടിമയാണ്, ഇത് മുത്തലിബിന്റെ അടിമയാണ് എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് പിന്നെ ആ കുഞ്ഞിന് എന്നും മുത്തലിബ് അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേരങ്ങോട്ട് സ്ഥിരപ്പെടുകയാണ് ചെയ്തത്. അവിടെ അബ്ദ് എന്ന് പറയുന്നത് ബിമഅനാ മംലൂക്, അടിമ എന്ന അർത്ഥത്തിലാണ്. ഏതടിമ? നമ്മൾ സാധാരണ പറയാറുണ്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ സ്വതന്ത്രന്മാരും അടിമകളും എന്ന് പറയുന്ന അടിമ, അല്ലാതെ മറ്റൊഴുപൂതിയത്തല്ല, അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുന്ന അഴുപൂതിയത്തല്ല. അതുകൊണ്ട് തന്നെ മുത്തലിബ് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള അടിമയാണ് അബ്ദുൽ മംലൂക് എന്ന അർത്ഥത്തിലാണ് അവർ ഉപയോഗിച്ചത്. പിന്നെ അബ്ദുൽ മുത്തലിബ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ കുഞ്ഞിന് എത്ര മുതിർന്നിട്ടും പിന്നെ ആ പേര് പോയില്ല. അങ്ങനെയാണ് ചില പേര് ഒരിക്കൽ നാവിൽ നിന്നാണ് വീണാൽ പിന്നെ അത് സ്ഥിരപ്പെടും. അതെല്ലാ നാട്ടിലുള്ളതാണ്, നമുക്കറിയുന്നതാണ്. എന്നതുപോലെ മുത്തലിബ് പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ അടിമയാണ് എന്നാ പറഞ്ഞത്. ആ അബ്ദ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മംലൂക്ക് എന്ന അർത്ഥത്തിൽ മാത്രമായിരുന്നു. അതിനാൽ ഈ പേരിന് യാതൊരു കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉപയോഗിക്കുക പോലും ചെയ്തിട്ടുണ്ട്. ഹുനൈൻ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുമുണ്ടായിരുന്ന ആളുകൾ ആദ്യഘട്ടത്തിൽ ഓടിക്കളഞ്ഞു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറച്ചു നിന്നു. അവിടുന്ന് പറഞ്ഞു, അനൻ നബിയ്യു ലാ കദിബ് അന ഇബ്നു അബ്ദിൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, അതിലൊട്ടും കള്ളമില്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ അനബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് എന്ന്. അതുകൊണ്ട് തന്നെ അബ്ദുൽ മുത്തലിബ് എന്നുള്ള പേര് മാത്രം അതിൽ നിന്ന് ഒഴിവാണ്. കാരണം അവിടെ അബ്ദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ അബ്ദുള്ള, അബ്ദുറഹ്മാൻ, അബ്ദുസ്സമദ് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അബ്ദല്ല, മറിച്ച് മംലൂക്ക്, അബ്ദുൽ മംലൂക്ക്, മംലൂക്ക് എന്ന അർത്ഥത്തിലാണ് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. ഈ ഒരു പേരൊഴിച്ച് ബാക്കി അബ്ദ് എന്നുള്ളത് ചേർത്ത് നമ്മൾ ഇടുകയാണെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്തിടണം. ഇല്ലെങ്കിൽ അതെന്തായിരിക്കും? തസ്മിയത്തിലുള്ള ലഫ്ളിയായിട്ടുള്ള ഒരു ശിർക്കത്തിൽ വന്നു ചേരും. അതുപോലും നമ്മുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലാത്തതാണ്. ആ തരത്തിലുള്ള ശിർക്കിന്റെ പേരുകൾ പോലും, ലഫ്ളിയായ ശിർക്കിന്റെ പേരുകൾ പോലും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ട് തന്നെ അബ്ദ് അള്ളാഹുവിലേക്കല്ലാതെ മറ്റാരിലേക്കും ചേർത്ത് പേര് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് യുനാഫി കമാലത്ത് തൗഹീദ് അൽ മുസ്തഹബ്, കമാലുത്ത് തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് അത് വിരുദ്ധമാണ്. അപ്പൊ തൗഹീദ് അതിന്റെ എല്ലാ ജവാനിബുകളിലും നമ്മൾ സൂക്ഷ്മത പുലർത്തണം. അതിന് വിഘ്നം വരുത്തുന്ന, ഭംഗം വരുത്തുന്ന, കുറവ് വരുത്തുന്ന, ന്യൂനത വരുത്തുന്ന യാതൊരു നടപടിയും, ഒരു വാക്ക്, ഒരു ലഫ്ള് നമ്മളിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തസ്മിയത്തിൽ പോലും ഐസ്മുൻ മുഅബ്ബദുൻ ലിഗൈരില്ലാഹ്, അല്ലാഹുവല്ലാത്തവരുടെ അടിമ എന്ന് ധ്വനിപ്പിക്കുന്ന നാമങ്ങൾ ഉപേക്ഷിക്കേണ്ടതാകുന്നു. ഇതാണ് ഈ കിതാബുമായിട്ട് ഈ വിഷയത്തിനുള്ള ബന്ധം. വലഹു ബിസനദിൻ സഹീഹ്, വലഹു ഐനി ഇബ്നു അബി ഹാത്തിം, ഇബ്നു അബി ഹാത്തിമിനുണ്ട് ബിസനദിൻ സഹീഹിൻ, സ്വീകാര്യയോഗ്യമായ സനദ് പ്രകാരമുള്ള റിവായത്ത്. ആരിൽ നിന്ന്? അൻ ഖതാദ, ഖതാദയിൽ നിന്ന്. ഖതാദ എന്ന് പറയുന്നത് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ആളാണ്. ഖതാദത്തു ബിനു ദിആമ അസ്സദൂസി, ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിൽപ്പെട്ട പ്രമുഖനായിട്ടുള്ള ഒരു മുഫസ്സിറാണ്, താബിഈകളിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൽ നിന്നുള്ള റിവായത്ത് ഖാല, അദ്ദേഹം പറഞ്ഞു, ശുറകാ ഫീ ത്വാഅതിഹി വലം യകുൻ ഫീ ഇബാദതിഹി. അല്ലാഹു അക്ബർ, ഇതൊരു വലിയ വാക്കാണ്. ശുറകാ ഫീ ത്വാഅതിഹി വലം യകുൻ ഫീ ഇബാദതിഹി. ഏതിനുള്ള വ്യാഖ്യാനമായിട്ടാണ് ഖതാദ എന്ന് പറയുന്നത്? ജഅല ലഹു ശുറകാ ഫീമാ ആതാഹുമ, അവർക്ക് രണ്ടുപേർക്കും യാതൊരു കുറ്റവും കുറവുമില്ലാത്ത നല്ല ഒരു കുഞ്ഞിനെ അള്ളാഹു സമ്മാനിച്ചപ്പോൾ ജഅല ലഹു ശുറകാ, അവർ രണ്ടുപേരും അഥവാ ആദമും ഹവ്വാവും പങ്കാളികളെ നിശ്ചയിച്ചു, അള്ളാഹുവിന്റെ പങ്കാളികളെ വെച്ചു. ഫീമാ ആതാഹുമ, അവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള കുഞ്ഞിന്റെ കാര്യത്തിൽ അവിടെ പങ്കാളികളെ വെച്ചു എന്ന് പറഞ്ഞാൽ ശിർക്ക് അക്ബർ അല്ല, ശിർക്കുൽ ഇബാദത്തല്ല, മറിച്ച് ശിർക്ക് ശുറകാ ഫീ ത്വാഅതിഹി, അനുസരണത്തിലുള്ള ശിർക്കാണ് അവർ ചെയ്തിട്ടുള്ളത്. അനുസരണത്തിലുള്ള പങ്കാളികളെയാണ് അവർ വെച്ചിട്ടുള്ളത്.
ഏതാണത്? പിശാച്ച് വന്നിട്ട് പറയാണ് അബ്ദുൽ ഹാരിസ് പേരിട്, അബ്ദുൽ ഹാരിസ് പേരിട്, അബ്ദുൽ ഹാരിസ് പേരിട്. അതിടാത്തതുകൊണ്ടാണ് ആദ്യത്തെ കുട്ടി ചാപ്പിള്ളയായത്, രണ്ടാമത്തെ കുട്ടി ചാപ്പിള്ളയായത്, അടുത്ത കുട്ടിയും ചാപ്പിള്ളയാകും, അല്ലെങ്കിൽ അതൊരു മൃഗത്തിന്റെ കുഞ്ഞായി വരും, അല്ലെങ്കിൽ അതിന് കൊമ്പുണ്ടാകും. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ഓർമ്മല്ലേ? ഞാനാണ് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിച്ചത്, നിങ്ങളെ ഞാൻ വെറുതെ വിടൂല, അവരെ കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പിശാച്ച് പറഞ്ഞപ്പോ അവസാനം എന്ത് ചെയ്തു? അവസാനം അവര് പിശാച്ചിനെ അനുസരിച്ചു. അതാണ് അവര് ശുറക്കാ, പങ്കാളികൾ അനുസരിച്ചു എന്ന് പറഞ്ഞത്. പിശാച്ചിനെ പങ്കാളിയാക്കി ഏത് കാര്യത്തിൽ? ഈ ഫാഅത്തിന്റെ കാര്യത്തിൽ മാത്രം, അല്ലാതെ വലം യകുൻ ഫീ ഇബാദത്തിഹി, ഇബാദത്തിൽ അല്ലാഹുവിന് ആരെയും അവർ പങ്കാളികളെ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹീങ്ങൾ ഈ വകതിരിവുള്ളവരായിരുന്നു. ശിർക്കു ത്വാഅ വശിർക്കുൽ ഇബാദ, ത്വാഅത്തിലുള്ള ശിർക്ക്, മറ്റൊന്ന് ഇബാദത്തിലുള്ള ശിർക്ക്. ഇബാദത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് ശിർക്കുൻ അക്ബർ, മുഖ്രിജുൻ സാഹിബഹു മിനൽ മില്ല വമുഖല്ലിദുൻ ഫാഇലഹു ഫിന്നാർ ഖാലിദൻ മുഖല്ലദ. ഇബാദത്തിൽ അല്ലാത്ത ഒരാൾ പങ്കാളിയാക്കി വെച്ചാൽ, ശിർക്ക് ചെയ്താൽ, ആ ചെയ്ത ആൾ മതത്തിൽ നിന്ന് പരിത്യാഗം ചെയ്ത് പുറത്തുപോയി. അയാൾ പരലോകത്ത് വരുമ്പോൾ അയാളുടെ സ്ഥിതി ഖാലിദുൻ ഫീ ജഹന്നം, അയാൾ നരകത്തിൽ ശാശ്വതമായി കഴിച്ചു കൂട്ടേണ്ടി വരും. ഖാലിദീന ഫീഹ അബദ, അയാൾക്ക് അല്ലാഹു സ്വർഗം നിഷിദ്ധമാക്കി, അയാൾ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിക്കും, നരകത്തിൽ അയാൾ ശാശ്വതനായി തീരുകയും ചെയ്യും. എന്നാൽ ത്വാഅത്തിലുള്ള ശിർക്ക് സംഭവിച്ചാലോ? അതെന്ന് പറഞ്ഞാൽ, ത്വാഅത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് മഅസിയത്തിനേക്കാളും കുറച്ചും കൂടി കേറിയിട്ടുള്ള, കുറച്ചുകൂടി ഗൗരവമുള്ള ഒരു കാര്യമാണ്. അഥവാ ശിർക്കുൻ അസ്ഗറിലെ തന്നെ ഒരു ചെറിയ കാര്യം മാത്രമായിട്ടാണ് അത് വരിക, അല്ലാതെ അതിനപ്പുറത്തേക്കില്ല. അതാണ് ആ വിഷയമുള്ളത്. അത് ചെയ്ത ഒരാൾ ഒരു കാരണവശാലും മതത്തിൽ നിന്ന് പുറത്തു പോവുകയോ ഖിയാമത്ത് നാളിൽ, അന്ത്യനാളിൽ അയാൾ നരകത്തിൽ ശാശ്വതനായി കിടക്കാൻ പോവുകയോ ചെയ്യുന്നില്ല. അത് ഹറാമായ ഒരു കാര്യമാണ്. മഅസിയത്തിന്റെ കാര്യത്തിൽ മഅസിയത്തുകളെക്കാളും കുറച്ചുകൂടി കട്ടിയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ശിർക്കു ത്വാഅത്തിന് വേറെയും ശിർക്കുൽ ഇബാദത്തിന് വേറെയുമാണ് അവർ കണ്ടിരുന്നത്. ആരാണ് ഈ പറഞ്ഞ ആളെന്നറിയോ? ഖതാദത്തു ബിൻ ദിആമ അസ്സദൂസി. അദ്ദേഹത്തിന് തഫ്സീറിലുള്ള സ്ഥാനം. ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാർ ഏറ്റവും നല്ല മുഫസ്സിറാണ് ഇബ്നു അബ്ബാസ്. ആ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യന്മാരിലെ ഒന്നാം സിറാസുൽ അവ്വൽ, 10 കാറ്റഗറിയിൽപ്പെടുന്ന മുഫസ്സിറാണ്, താബിഈ വര്യനാണ്. അദ്ദേഹമാണ് ഈ വകതിരിവ്, സലഫുസ് സാലിഹീങ്ങൾ ഈ വകതിരിവ് കാണിച്ചു. പക്ഷെ പിൽക്കാലത്ത് വന്നപ്പോ മൗദൂദി സാഹിബും അതുപോലെ തന്നെ സയ്യിദ് ഖുത്ബും അതുപോലെ തന്നെ ഹസനുൽ ബന്നയും ആ അച്ചുതണ്ടിൽ കറങ്ങുന്ന മറ്റു ബുദ്ധിജീവികളും അവർക്ക് ശിർക്കു ത്വാഅത്തും അതുപോലെ തന്നെ ശിർക്കുൽ ഇബാദത്തും ഒന്നാണ്. ഒരേ മാതിരി തെങ്ങുമ്പ കയറാനും കവുമ്പ കയറാനും ഒരേ തളപ്പ് കെട്ടിയിട്ടാണ് അവർ കയറുക. അതുകൊണ്ട് തന്നെ ശിർക്കു ത്വാഅത്തിന് ശിർക്കുൽ ഇബാദത്താക്കും ശിർക്കുൽ ഇബാദത്തിന് ശിർക്കു ത്വാഅത്താക്കും രണ്ടിനും ഒരേ മാതിരിയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സർക്കാരിന്റെ നിയമം അനുസരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർത്തു അയാൾ മുശ്രിക്കായി, ദീനിൽ നിന്ന് പുറത്തായി. അതുകൊണ്ട് എന്ത് വേണം? നമുക്കൊരു ഹുക്കൂമ ഇലാഹിയ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കണം. ഇസ്ലാമിക സ്റ്റേറ്റ് ഉണ്ടാക്കുന്നതിന് ബലം നൽകാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചൊട്ടുവിദ്യകൾ അവർ പ്രയോഗിക്കും. ആ ചൊട്ടുവിദ്യ ചെറുതല്ല, അത് ഇസ്ലാമിന്റെ സ്വമീം, ഇസ്ലാമിക വിശ്വാസങ്ങളുടെ അകക്കാമ്പിനെ തന്നെ തകർക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്തത്. ഇവിടെ നിങ്ങൾ കണ്ടു, ശിർക്കു ത്വാഅത്തിനെ വേർതിരിച്ചു, ശിർക്കുൽ ഇബാദത്തിനെ വേർതിരിച്ചു. ശിർക്കുൽ ഇബാദ എന്ന് പറഞ്ഞാൽ അത് മുഖ്രിജുൻ സാഹിബഹു മിനൽ മില്ല വമുഖല്ലിദുൻ ഫാഇലഹു ഫിന്നാരി യൗമൽ ഖിയാമ. ദുനിയാവിലാണെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകും, പരലോകത്താണെങ്കിൽ നരകത്തിൽ അയാൾ ശാശ്വതനാകും. എന്നാൽ ശിർക്കു ത്വാഅത്തോ അത് ആദം അലൈഹിസ്സലാമിൽ നിന്ന് ഹവ്വ അലൈഹിസ്സലാമിൽ നിന്ന് സംഭവിച്ചു പോയി എന്ന് ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അവരെന്താ ചെയ്തിട്ടുള്ളത്? ഈ ഇബ്ലീസ് വന്നിട്ട് അതിന് അബ്ദുൽ ഹാരിസ് പേരിടാൻ പറഞ്ഞപ്പോ ആദ്യത്തെ ഘട്ടത്തിൽ അനുസരിച്ചില്ല, രണ്ടാമത്തെ ഘട്ടത്തിൽ അനുസരിച്ചില്ല, മൂന്നാമത് ഗർഭം ധരിച്ചപ്പോൾ ഇനിയും ചാപ്പിള്ളയാകുമോ അവർക്കൊരു പേടിയായി എന്ന് മാത്രമല്ല, ആ പേടിയേക്കാൾ കൂടുതൽ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള മോഹം അവരെ പിടികൂടിയിട്ട് അവർ അബ്ദുൽ ഹാരിസ് എന്ന് പേരിട്ട് പോയി.
ആ കാര്യം അത് ശിർക്ക് താഴത്തിലേപ്പെടുള്ളൂ. മൗജൂദിന്റെ അടുക്കലെത്തുമ്പോൾ ഇത് വലിയ ശിർക്കാണ്. ഇങ്ങനെയുള്ള ഇത്തരം ചിന്താഗതികൾ തലയിൽ കയറിയ ആളുകളാണ് ഈ ആയത്ത് ആദമിനെ കുറിച്ചല്ല, ഹബ്ബാദിനെ കുറിച്ചല്ല, അലൈഹി വസ്സലാം അവരെ കുറിച്ചല്ല അങ്ങനെ പറഞ്ഞാൽ ശിർക്ക് ചെയ്തു വരൂലേ. കാരണം ഇവർക്ക് ശിർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാം ഒന്നും കൂടിയാണ്. ശിർക്ക് പലതാണ്, പലതിനും പല ഗ്രേഡാണ്. ഓരോന്നിനും അതിന്റേതായ തദാഇയാത്തുകൾ, അതിന്റേതായ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്, അതിന്റേതായ ഇഫക്റ്റുകളേ ഉള്ളൂ. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാഹ് ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അദ്ദേഹം തന്നെ ഇതിൽ നിന്ന് ഇസ്തിംബാത്ത് ചെയ്തിട്ട് നിങ്ങൾ നോക്കൂ. അൽ മസ്അലത്തുൽ ഖാമിസ, അഞ്ചാമത്തെ മസ്അല, മനോഹരമായിട്ടുള്ള ഒരു ഇസ്തിംബാത്താണ്. ذكر السلف الفرق بين الشرك في الطاعة والشرك في العبادة. സലഫുകൾ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, സഹാബത്ത്, താബിഈങ്ങൾ, താബിഈങ്ങൾ ഇവരാണ് സലഫ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ആരാണ് സലഫുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലഫുകളുടെ റൈസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് അൽ ഖൗമൽ മുജ്തമിഊന സ്വഹാബു മുഹമ്മദ്, അവരാണ് അതിന്റെ ആ വിഭാഗമാണ്, സഹാബികളാണ് ഇതിന്റെ അസ്ല്, അവരാണ് അസാസു ഹാദിഹിൽ ജമാഅ. അവരെ പൂർണ്ണ രൂപത്തിൽ പിന്തുടർന്നിട്ടുള്ള താബിഈങ്ങൾ അവരാണ് സലഫുകൾ. ആ സലഫുകൾക്ക് വകതിരിവുണ്ടായിരുന്നു. ദിക്റു സലഫ്, സലഫികൾ പറഞ്ഞു പോയിട്ടുണ്ട്, സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അൽ ഫർഖ്, വ്യത്യാസം, വകതിരിവ് പറഞ്ഞിട്ടുണ്ട്. ബൈന ശിർക്ക് ഫി ത്വാഅ വശിർക്ക് ഫിൽ ഇബാദ, ശിർക്ക് താഅത്തിലുള്ള ശിർക്കും അതുപോലെ ഇബാദത്തിലുള്ള ശിർക്കും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന കാര്യം അത് സലഫുകൾ പറഞ്ഞിട്ടുള്ള, വേർതിരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഖതാദ ഈ കാര്യത്തിൽ ഫലമ്മ ആതാഹുമ ജഅല ലഹു ശുറകാ ഫീമാ ആതാഹുമ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ അത് പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതാണ് ഇതിന്റെ. ഇനി അതിന്റെ മസ്അല വായിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി അതിന്റെ നസ്സൊന്ന് നോക്കാം. ബാബു ഖൗലില്ലാഹി തആല, 49-ാമത്തെ അധ്യായം അല്ലാഹുവിന്റെ വചനത്തിന്റെ ഒരു ഭാഗമാണ് മുസന്നിഫ് റഹിമഹുല്ലാഹ് തലവാചകമായിട്ട് എടുത്തു ചേർത്തിട്ടുള്ളത്. സൂറത്തുൽ അഅറാഫിലെ 190-ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം എന്താണത്? ഫലമ്മ ആതാഹുമ, അവർക്ക് രണ്ടുപേർക്കും നൽകിയപ്പോൾ, സ്വാലിഹൻ, സ്വാലിഹ് എന്ന് പറഞ്ഞാൽ ഐ സവിയൻ എന്നൊരു വ്യാഖ്യാനമുണ്ട്. സവിയായ, ഹസനിൽ നിന്ന് വലഹു ബിസനദിൻ സഹീഹ്, ഞാൻ വായിക്കാൻ വിട്ടുപോയി. വലഹു അഥവാ ഇബ്നു അബി ഹാറ്റിമിനുണ്ട് ബിസനദിൻ സഹീഹിൻ, സഹീഹായ സനദ് പ്രകാരം, അൻ മുജാഹിദിൻ, മുജാഹിദിൽ നിന്നുള്ള റിവായത്ത്. മുജാഹിദ് എന്ന് പറയുന്നതും ഖതാദയെ പോലെ ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനാണ്. അതും ഖതാദയെക്കാളും പ്രമുഖനായ ശിഷ്യനാണ് മുജാഹിദ് ഇബ്നു ജബർ. ഫീ ഖൗലിഹി ലഇൻ ആതൈതനാ സ്വാലിഹൻ, അല്ലാഹുവേ ഞങ്ങൾക്ക് സ്വാലിഹായ ഒരു കുട്ടിയെ നീ നൽകിയിരുന്നുവെങ്കിൽ. അവിടെ സ്വാലിഹ് എന്ന് പറഞ്ഞാൽ നല്ല കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈമാനും അമലും സ്വാലിഹുമുള്ള ആ സ്വാലിഹാണ് ഉദ്ദേശിക്കുന്നത്, അല്ല. അദ്ദേഹം പറഞ്ഞു അശ്ഫഖ, അവർ രണ്ടുപേരും ആശങ്കപ്പെട്ടു. ആര്? ആദമു വഹവ്വ അശ്ഫഖ, അവർക്ക് രണ്ടുപേർക്കും വലിയ ആശങ്കയുണ്ടായി. അല്ലാ യകൂന ഇൻസാനൻ, ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഒരു മനുഷ്യ കുഞ്ഞായിരിക്കില്ല. പിശാച് പറഞ്ഞു പേടിപ്പിച്ചതുപോലെ അവൻ ചാപ്പിള്ള എന്നൊക്കെ പറഞ്ഞു, ചാപ്പിള്ള വന്നു. അതേമാതിരി ഇപ്പവൻ പറയുന്നു കൊമ്പുണ്ടാകും, മനുഷ്യക്കുഞ്ഞാവില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യക്കുഞ്ഞല്ലാതെ ഒരു പക്ഷേ ഈ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് അതൊരു മൃഗത്തിന്റെ കുഞ്ഞിന്റെ രൂപത്തിൽ വന്നാലോ എന്നവർക്ക് ആശങ്കയുണ്ടായി. വലക്കറ മഅനാഹു, ഈ മഅനയിൽ ഇതേ അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട്. അനിൽ ഹസൻ, ഹസനുൽ ബസരിയിൽ നിന്നും, വസഈദ് ഐ സഈദ് ഇബ്നു ജുബൈർ വഗൈരിഹിമ, അവരല്ലാത്ത ആളുകളിൽ നിന്നും ഇതേ അർത്ഥത്തിലുള്ള വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ ഈമാനും അമൽ സ്വാലിഹന്റെ കുട്ടി എന്നതല്ല യഥാർത്ഥത്തിൽ അവിടെ ഉദ്ദേശിച്ചത്. അതവരുടെ ഉദ്ദേശവും അവരുടെ ആഗ്രഹവും തന്നെയാണ്. പക്ഷെ അതിന്റെ പുറമെ പ്രസവിച്ചു വരുന്ന ഒരു കുട്ടിക്ക് അയ്യരിന്റെ കൊമ്പോട് കൂടി, കാട്ടാടിന്റെ കൊമ്പോട് കൂടി, ഒരാടും കുഞ്ഞു പോലെ അല്ലെങ്കിൽ ഒരു പശുവിന്റെ കിടാവ് പോലത്തെ ഒരു കുഞ്ഞു വരുമ്പോ പറഞ്ഞ് പേടിപ്പിക്കല്ലേ പിശാച്. ആ പേടി കാരണത്താൽ അവർ സ്വാലിഹായ ഒരു കുട്ടിയെ തരണേ, കുറ്റമില്ലാത്തൊരു കുട്ടിയെ തരണേ, ന്യൂനതല്ലാത്തൊരു കുട്ടിയെ തരണേ, വൈകല്യമില്ലാത്തൊരു കുഞ്ഞിനെ തരണേ. കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് ഇൻസാൻ സവി, പൂർണ്ണമായ ഒരു മനുഷ്യ കുഞ്ഞിനെ തരണേ എന്നാണ് അവർ പറഞ്ഞത്. അത് നീ നൽകണേ റബ്ബേ, ഞങ്ങൾ അതിന് നന്ദി കാണിക്കാം എന്നാണ് അവരെ പറഞ്ഞത് എന്നതിന്റെ വ്യാഖ്യാനമുണ്ട്.
അങ്ങനെ സാലിഹായ ഒരു കുട്ടിയെ സലിയായ ഒരു മനുഷ്യക്കുഞ്ഞിനെ നൽകിയപ്പോൾ ജഅല അവർ രണ്ടുപേരും നിശ്ചയിച്ചു ലഹു അല്ലാഹുവിന് ശുറകാ പങ്കാളികളെ നിശ്ചയിച്ചു. പങ്കാളിയെ നിശ്ചയിച്ചു എന്നത് ഫിത്വാഅത്തി ലാ ഫിൽ ഇബാദ. അതാണ് ഇബ്നു അബ്ബാസിന്റെ ശിഷ്യനായ ഖതാദയുടെ വ്യാഖ്യാനം. അത് ത്വാഅത്തിലാണ്, അല്ലാതെ ഇബാദത്തിലല്ല. ആദമും ഹവ്വാവും ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വലിയ ശിർക്ക് ചെയ്തിട്ടില്ല. മറിച്ച് തസ്മിയ, വെറും നാമകരണം നൽകുക എന്നുള്ള ലഫ്ളിയായിട്ടുള്ള ശിർക്കാണ്. അതല്ലാതെ വലം തുഖ്സദ ഹഖീഖത്തുഹാ, അതിന്റെ ഹഖീഖിയായ ശിർക്ക്, ഇബാദത്തിന്റെ ശിർക്ക്, ഉബൂദിയ്യത്തിന്റെ ശിർക്ക് അവരൊരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ഫീമാ ആതാഹുമാ, അവർക്ക് അല്ലാഹു നൽകിയ കുട്ടിയുടെ കാര്യത്തിൽ, ഫാഅത്തിന്റെ കാര്യത്തിൽ, തസ്മിയത്തിന്റെ കാര്യത്തിൽ അവർ ശിർക്ക് വെച്ചു. ഫതആല അല്ലാഹു അമ്മാ യുശ്രികൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമും ഹവ്വാവും മാത്രമല്ല മനുഷ്യവർഗത്തിൽ ആരൊക്കെ അള്ളാഹുവിന്റെ ശിർക്ക് വെക്കുന്നുണ്ടോ അത് ഏതൊക്കെ തരത്തിലുള്ള ശിർക്കാണോ, വലുതാകട്ടെ ചെറുതാകട്ടെ, തസ്മീയത്തിലുള്ളതാകട്ടെ പ്രായത്തിലുള്ളതാകട്ടെ, വലുതാകട്ടെ, ഏത് തരം ശിർക്കാണെങ്കിലും അള്ളാഹ് അതിൽ നിന്ന് എത്രയോ ഉയരത്തിലാണ്, ഉന്നതനാണ്. അവൻ പങ്കുചേർക്കപ്പെടാൻ മാത്രം താഴ്ന്നവനല്ല, അവൻ അത്യുന്നതനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ തആല ഏറ്റവും ഉന്നതനാണ്. ദാതൻ വ മഅനൻ അമ്മാ യുശ്രികൂൻ, അവർ പങ്കുചേർക്കുന്നതിൽ നിന്ന്. ഖാല ഇബ്നു ഹസ്മിൻ, ഇബ്നു ഹസ്മ് പറഞ്ഞു, അൽ-അൻദലുസി അൽ-ലാഹിരി അബു മുഹമ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇത്തഫഖു, അവർക്കിടയിൽ ഇത്തിഫാഖുണ്ട്. അവർക്കിടയിൽ എന്ന് പറഞ്ഞാൽ ഐ ഉലമാഉൽ ഇസ്ലാം, മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാർക്കിടയിൽ ഇത്തിഫാഖുള്ള കാര്യമാണ്, അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. അലാ തഹരീമി കുല്ലി ഇസ്മിൻ മുഅബ്ബദിൻ ലിഗൈരില്ലാഹ്, അല്ലാഹു അല്ലാത്തവരുടെ അബ്ദ് എന്ന അർത്ഥത്തിൽ വരുന്ന നാമം നൽകുന്നത്, ആ പേര് കുട്ടികൾക്ക് നൽകുന്നത് ഹറാമാണ് എന്ന കാര്യത്തിൽ എല്ലാവരും യോജിച്ചിട്ടുള്ളതാണ്. ഏതുപോലത്തെ പേര്? കഅബ്ദി അംരിൻ വഅബ്ദിൽ കഅബ, അംറിന്റെ അടിമ, കഅബയുടെ അടിമ പോലെയുള്ള പേരുകൾ. വമാ അശ്ബഹ ദാലിക, അതുപോലുള്ള അതിന് സമാനമായ പേരുകളും അങ്ങനെയുള്ള പേര് നൽകുന്നത് ഹറാമാണെന്ന കാര്യത്തിൽ ഉലമാഉൽ ഇസ്ലാം മുത്തഫിഖീങ്ങളാണ്. ഹാഷ അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബ് എന്ന പേര് മാത്രം അതിൽ നിന്ന് ഒഴിവാണ്. അതിനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു. കാരണം അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന്റെ വാപ്പ മദീനയിൽ പോയി വിവാഹം ചെയ്ത് വരുന്നച്ചാൽ അവിടെ ഒരു കുട്ടി ഉണ്ടായി. അങ്ങനെ അദ്ദേഹം അവിടുന്ന് മരണപ്പെട്ടു. പിന്നെ ആ കുട്ടി അവിടെ അഹ്ബാറുകളുടെ അമ്മമാരെടുത്താണ് വളർന്നത്. തമ്മീദിന്റെ പ്രായമെത്തുന്ന സന്ദർഭത്തിൽ മുത്തലിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പിതൃവ്യൻ പോയി. പിതൃവ്യൻ പോയിട്ട് കുട്ടിയെ കൂട്ടി വരികയാണ്. മക്കത്തെത്തുമ്പോ മക്കാര് കണ്ടപ്പോ ബാക്കിൽ ഇതാ ഒരു കുട്ടിയുണ്ട്, അത് പൈസ എടുത്ത് വിലക്ക് വാങ്ങിക്കൊണ്ടുള്ള അടിമയാണ് എന്ന അർത്ഥത്തിൽ മുത്തലിബിനെ മുത്തലിബ് എന്നും ബാക്കിലിരിക്കുന്ന ആൾ അബ്ദുൽ മുത്തലിബ് എന്നും വിളിച്ചു. ആ പേര് സ്ഥിരപ്പെട്ടതാണ്. പിന്നെ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞ ഖുറൈശികളുടെ തറവാടിയായി ഏറ്റവും വലിയ നേതാവായി അദ്ദേഹമാണ് സംസം കുഴിച്ചത്. നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹമാണ് സംസം കുഴിച്ചത്. അദ്ദേഹത്തിന്റെ കഫാലത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പ് തന്നെ തന്റെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 4 വയസ്സുള്ളപ്പോഴേ തന്റെ ഉമ്മയായിട്ടുള്ള ആമിനയും മരണപ്പെട്ടു പോയിരുന്നു. അങ്ങനെ അബ്ദുൽ മുത്തലിബിന്റെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നിട്ടുള്ളത്. അബ്ദുൽ മുത്തലിബ് മരിക്കുമ്പോൾ റസൂലുള്ളാഹിക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അബൂ താലിബിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ കാര്യമൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെ അബ്രഹത്തും കൂട്ടരും കഅബ നശിപ്പിക്കാൻ വേണ്ടി വന്നു. കഅബ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ആ മലമുകളിലേക്ക് കയറിപ്പോയി. കാരണം അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു കഅബയെ നശിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ഒരു ഉറച്ച വിശ്വാസമാണത്. അങ്ങനെ അബ്ദുൽ മുത്തലിബിനെ ഒളിപ്പിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്താന്ന് ചോദിച്ചാൽ, പിടിച്ചോണ്ടായ ഒട്ടകണ്ടല്ലോ, ആ ഒട്ടകണ്ടതാണ്, അത് വിട്ടേക്ക്. കഅബന്റെ കാര്യം റബ്ബുണ്ട്, അത് ആ റബ്ബ് നോക്കിക്കൊള്ളുന്നതാണ്. പിന്നെ വാദി മുഹസ്സറിലെത്തുമ്പോ പിന്നെ അബ്രഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അവിടെ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബ്രഹത്തിനെയും അബ്രഹത്തിന്റെ കൂടെ വന്നിട്ടുള്ള ആന സൈന്യത്തെയും അല്ലാഹു നശിപ്പിച്ചത്. അതൊക്കെ ഒരു അധ്യായമായി തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞാൽ അവരുടെ തറവാടിയും ഖുറൈശികളുടെ ഏറ്റവും വലിയ നേതാവുമായി തീർന്നു. ആ പേരിന് പിന്നെ അങ്ങനെ ഒരു അയ്ബോ ആറോ അവർ കണക്കാക്കിയിട്ടില്ല. അതുകൊണ്ട് ഹാഷ അബ്ദുൽ മുത്തലിബ്, ആ പേര് മാത്രം ഒഴിക്കും. വഅൻ ഇബ്നു അബ്ബാസിൻ ഫിൽ ആയ, സൂറത്തു അഅറാഫിലെ 190, അതിന്റെ തൊട്ട് മുമ്പുള്ള 189 ഈ 2 ആയത്തുകൾ പരസ്പരം ബന്ധപ്പെട്ടതാണ്. അതിന്റെ 190ാമത്തെ ആയത്തിനെ സംബന്ധിച്ച് ഇബ്നു അബ്ബാസിൽ നിന്നുള്ള വ്യാഖ്യാനം. ഖാല, അദ്ദേഹം പറഞ്ഞു, ലമ്മാ തഗശ്ശാഹ, തഗശ്ശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവ് ഭാര്യയെ സമീപിക്കുന്നതിന്, പരിണയിക്കുന്നതിന് പറയും. മൂടുക എന്നാണ് വാക്കിന്റെ അർത്ഥം. ചെന്ന് മൂടിയപ്പോൾ, പരിണയിച്ചപ്പോൾ അദ്ദേഹം അഥവാ ആദം, ആരഹ ഹവ്വാഇന് ഹമലത്ത്, അവര് ഗർഭം ധരിച്ചു. ഫഅതാഹുമാ ഇബ്ലീസ്, അവര് ഗർഭം ധരിച്ച സന്ദർഭത്തിൽ അവരെ രണ്ടുപേരുടെയും അടുക്കൽ ഇബ്ലീസ് വന്നു. ഫഖാല ഇന്നി സാഹിബുകുമാ,
ഞാൻ നിങ്ങളുടെ കൂട്ടാളിയാണ് മറന്നിക്കണോന്ന് ചോദിച്ചു. അല്ലതി അക്രജിത്തുക്കുമ, നിങ്ങളെ രണ്ടുപേരെയും നിലയിൽ തന്നെ പുറത്തേക്കിട്ട ആള് ഞാനാണ് സ്വർഗത്തിൽ നിന്ന്. ഇല്ല തുത്തിയുന്നനി, ഞാൻ പറഞ്ഞ് കേട്ടോണം, ഇല്ലെങ്കിൽ അതിനും വലിയ നിങ്ങൾക്ക് പണി തന്നിട്ടേ ഞാൻ പോകുള്ളൂ എന്നർത്ഥത്തിൽ. ഔരാജി അലന്നനഹു കർണ അയ്യിൽ, അല്ലെങ്കിൽ ഗർഭത്തിലിരിക്കുന്ന കുട്ടിക്ക് കാണണം കാട്ടാടിന്റേത് പോലെയുള്ള 2 കൊമ്പുകളുമായിട്ട് ആ കുട്ടി വരിക എന്ന് പറഞ്ഞു. ഫയഖ്റുജു മിൻ ബത്നികി ഫയശഖു, നിങ്ങളുടെ വയറിൽ നിന്ന് കുട്ടി വരുമ്പോ വയറ് കുത്തിക്കേറിയിട്ടാണ് ആ കുഞ്ഞ് വരിക. മനുഷ്യ കുഞ്ഞാവില്ല, ഒരാടിന്റെ കുഞ്ഞ് കാട്ടാടിന്റെ കുഞ്ഞായിരിക്കും. വലാഫഅലന്ന വലാഫഅലന്ന, ഞാൻ വെറുതെ പറയല്ല, ചെയ്തിരിക്കും കേട്ടോ, ചെയ്തിരിക്കുന്നു പറഞ്ഞു. യുഹബ്ബിഹുമ, അവരെ രണ്ടുപേരെയും പറഞ്ഞു പേടിപ്പിച്ചു ഭീഷണിപ്പെടുത്തി. അതിനാൽ ഇതൊഴിവാകാൻ സമ്മിയാഹു, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ കുഞ്ഞിന് പേരിടണം അബ്ദുൽ ഹാരിസ്. ഫഅബയ അൻ യുതിഅഹു, രണ്ടുപേരും വിസമ്മതിച്ചു. ഫഖറജ മൈത്തൻ, ആ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ചാപിള്ളയായിട്ടാണ് പ്രസവിച്ചത്. തുമ്മ ഹമലത്ത് ഫഅതാഹുമ, പിന്നെയും ഗർഭം ധരിച്ചു. ആ ഗർഭകാലത്ത് വീണ്ടും ഇബ്ലീസ് വന്നു. ഫഖാല മിസ്ല ഖൗലിഹി, നേരത്തെ പറഞ്ഞതൊക്കെ ആവർത്തിച്ചു. ഫഅബയ അൻ യുതിഅഹു, അപ്പോഴും അവര് രണ്ടുപേരും എന്ത് ചെയ്തു? ഇബ്ലീസിനെ അനുസരിക്കാൻ വിസമ്മതിച്ചു. ഫഖറജ മൈത്തൻ, രണ്ടാമത്തെ ഗർഭവും പ്രസവിച്ചു വന്ന് നോക്കുമ്പോൾ ചാപിള്ള മാത്രമാണ്. തുമ്മ ഹമലത്ത്, മൂന്നാം തവണ ഹവ്വ ഗർഭം ധരിച്ചു. ഫഅതാഹുമ ഫദകറ ലഹുമ, നേരത്തെ പറഞ്ഞതുപോലുള്ള കാര്യങ്ങൾ, ഭീഷണിയും കാര്യങ്ങളും ഒക്കെ ഇബ്ലീസ് ആവർത്തിച്ചു. ഫഅദറകഹുമാ ഹുബ്ബുൽ വലദ്, അവരെ രണ്ടുപേരെയും കുഞ്ഞിനോടുള്ള മോഹം, ഒരു കുഞ്ഞിക്കാരി കാണാനുള്ള മോഹം അവരെ പിടികൂടി. ഫസമ്മയാഹു അബ്ദുൽ ഹാരിസ്, അവർ രണ്ടുപേരും ആ കുഞ്ഞിന് അബ്ദുൽ ഹാരിസ് എന്ന് പേര് കൊടുത്തു. ആ കാര്യത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്, അതിനെ റിമൈൻഡ് ചെയ്തുകൊണ്ടാണ് ഖൗലുഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ വാക്ക്, ഫലമ്മാ ആതാഹുമാ സ്വാലിഹൻ, അവർക്ക് രണ്ടുപേർക്കും ന്യൂനതകളില്ലാത്ത വൈകല്യങ്ങളില്ലാത്ത ഒരു നല്ല മനുഷ്യക്കുഞ്ഞിനെ നാം നൽകിയപ്പോൾ ജഅലാനഹു, അവർ രണ്ടുപേരും അല്ലാഹുവിനെ നിശ്ചയിച്ചില്ലേ ശുറക്കാ, പങ്കാളികളെ. ഏതർത്ഥത്തിലുള്ള പങ്കാളി? ലാ ഫിൽ ഇബാദ, താഅത്തിലുള്ള പങ്കാളിയെ, അല്ലാതെ ഇബാദത്തിലുള്ള പങ്കാളിയല്ല. ഒരിക്കലും അല്ലാത്തവരിന് മകനെ ഉബൂദിയത്ത് അവർ വകവെച്ചു കൊടുത്തിട്ടില്ല. മറിച്ച് എന്താണ്? വാക്കിൽ മാത്രം, ലഫ്ളിൽ മാത്രം, തസ്മിയത്തിൽ മാത്രമാണ് അങ്ങനെ ഒന്ന് വന്നു പോയിട്ടുള്ളത്. ഫതആലല്ലാഹു അമ്മാ യുശ്രികൂ, ഇങ്ങനെയുള്ള ഏറ്റവും ചെറുതാകട്ടെ ഇനി വലുതാകട്ടെ, ഏത് തരം ശിർക്ക് മനുഷ്യരാശിയിൽ നിന്ന് ആരൊക്കെ ചെയ്താലും അത് അള്ളാഹുവിന് ബാധകമല്ല. അള്ളാഹു അതിൽ നിന്ന് എത്രയോ ഉന്നതനാണ്, എത്രയോ ഉയരത്തിലാണ്. റവാഹു ഇബ്നു അബീ ഹാത്തിം വലഹു ബിസനദിൻ സഹീഹ്, ഇബ്നു അബീ ഹാത്തിം തന്നെ സഹീഹായ സനദ് പ്രകാരം ഉദ്ധരിച്ചിട്ടുണ്ട്. ഖതാദയിൽ നിന്ന് ഖാല ശുറകാ ഫജഅല ലഹു ശുറകാ എന്ന ശുറകാഇന്റെ അർത്ഥം ഫീ ത്വാഅത്തിഹി, ശിർക്ക് ത്വാഅത്താണ്. വലം യകുൻ ഫീ ഇബാദത്തിഹി, ഇബാദത്തിലുള്ള ശിർക്കല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. വലഹു ഐ ഇബ്നു അബീ ഹാത്തിം ബിസനദിൻ സഹീഹ് عن مجاهد في قوله, മുജാഹിദ് ഇബ്നു ജബറിൽ നിന്നുള്ള റിവായത്ത്, ലൈന തൈതന സാലിഹൻ എന്ന് പറഞ്ഞാൽ അഷ്ഫഖ, ആ ദമ്പതിമാർ, ആദം ഹവ്വ ദമ്പതിമാർ അവർ ആശങ്കപ്പെട്ടു, അല്ലാ യകൂന ഇൻസാനം, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഒരു മനുഷ്യനാവില്ലേ, അതോ വല്ല മൃഗത്തിന്റെ കുഞ്ഞുമാകുമോ എന്ന് ആശങ്കപ്പെട്ടു. അതുകൊണ്ടാണ് അവർ പ്രാർത്ഥിച്ചത്, ഒരു തകരാറില്ലാത്ത, വൈകല്യമില്ലാത്ത ഒരു നല്ല സവിയായ മനുഷ്യക്കുഞ്ഞിനെ റബ്ബേ ഞങ്ങൾക്ക് നീ തരണം, ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. വദക്കറ മഅനാഹു, ഇതേ മഅനയിലുള്ള വ്യാഖ്യാനം ഹസനുൽ ബസ്രിയിൽ നിന്നും സഈദ് ബിൻ ജുബൈറിൽ നിന്നും അവർ രണ്ടുപേരുമല്ലാത്ത മറ്റു ഉലമാക്കളിൽ നിന്നും മുഫസ്സിരീകളിൽ നിന്നും റിവായത്ത് വന്നിട്ടുള്ളതാണ്. ഫീഹി മസാഇൽ, ഈ അധ്യായത്തിൽ നിന്ന് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇസ്തിംബാത്ത് ചെയ്തെടുത്തിട്ടുള്ള മസ്അലകൾ. ഒന്ന്, തഹ്രീമു കുല്ലി ഇസ്മിൻ മുഅബ്ബദിൻ ലിഗൈരില്ലാഹ്. അതുകൊണ്ട് അബ്ദുമനാഫ് എന്നുള്ള പേരൊക്കെ ഇപ്പോൾ ഉപയോഗിച്ചു കാണും. അബ്ദുമനാഫ് എന്ന് പറഞ്ഞാൽ വിഗ്രഹത്തിന്റെ പേര് കൂടിയാണ്. എനിക്കെന്നറിയാം, ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിക്ക് അബ്ദുമനാഫ് ഉണ്ട്. അതോ പറയുമ്പോ അവർ പേര് മാറ്റാനുള്ള അങ്ങനത്തെ പ്രശ്നം, ഇങ്ങനത്തെ പ്രശ്നമൊക്കെ പറയും. പക്ഷെ അതിലും വലിയ പ്രശ്നമാണ്. കാരണം അതൊരു വെറും ഹറാമ്, ഒരു വെറും ആശയത്തിനേക്കാൾ വലുതാണെന്നുള്ളത് മനസ്സിലായി. അങ്ങനെ ഒരു ആശയം നമ്മളെ മനസ്സിലില്ലാന്ന് പറഞ്ഞു. എന്നാൽ പോലും അത് ഹറാമാണ്. ഒരു ഹറാമിന്റെ തഹരീം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഈ ശിർക്ക് താഴ്ത്തു വരുന്ന രൂപത്തിലുള്ള ഒരു തെറ്റാണ്. അതുകൊണ്ട് അത് ഒഴിവാക്കണം. അങ്ങനെയുള്ള പേരുകൾ അത് അള്ളാഹുവിനേക്കല്ലാതെ അബ്ദു ചേർത്തിട്ട് ആര് പേരിട്ടിട്ടുണ്ടെങ്കിലും ആ പേര് ഉടനെ ഉപേക്ഷിക്കേണ്ടതാണ്. തഹരീമു കുല്ലി ഇസ്മിൻ മുഅബ്ബദ് ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവരുടെ അടിമ എന്ന് ധരിപ്പിക്കുന്ന ഏതു തരത്തിലുള്ള പേരുകൾ നൽകുന്നതും ഹറാമാണ്. ആ കാര്യം മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇവിടെ പറഞ്ഞതുപോലെ ഇബ്നു ഹസം അൽ-വാഹിരി അൽ-ഖുർത്തുബി അൽ-അബ്ദുലുസി റഹിമഹുല്ലാഹ് അദ്ദേഹം ആ കാര്യം മുസ്ലിം ലോകത്തെ ഉലമാക്കളുടെ ഇജ്മാഉം ഇത്തിഫാഖും ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്താലിയത്ത്, രണ്ടാമത്തെ മസ്അല തഫ്സീറുൽ ആയ. അതിന്റെ 3 തഫ്സീർ ഞാൻ പറഞ്ഞു.
മൂന്നെണ്ണം പറഞ്ഞു, ഒന്നും മറച്ചു പിടിച്ചിട്ടില്ല. ഒന്ന്, രണ്ടാളുകളെ പറ്റി പറഞ്ഞിട്ടുള്ളത് ആദം ഹവ്വാണ്. സൂറത്ത് അഅറാഫിൽ പറഞ്ഞിട്ടുള്ള ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട ആളുകൾ, അതിനാണ് ആ താറുകൾ സപ്പോർട്ട് ചെയ്യുന്നത്. അത് അഹ്ലുൽ തഅ്വീലിന്റെ ഇജ്മാ ഉണ്ട് എന്ന കാര്യം ഇബ്നു ജരീർ ഖുദരി പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടാമത്തെ വ്യാഖ്യാനം, അത് മനുഷ്യവർഗത്തിൽ നിന്ന് ആരൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഇത്തരം തസ്മിയത്തിലുള്ള ശിർക്ക് വരുത്തുന്നുവോ അവർക്കൊക്കെ ബാധകമാണ്. അവരുദ്ദേശിച്ചു എന്നല്ലാതെ പ്രത്യേകം ഒരു വ്യക്തിയെ ഇവിടെ പരാമർശിക്കുന്നില്ല, യോജിപ്പിക്കുന്നില്ല എന്ന വാദക്കാരുണ്ട്. മൂന്നാമത്തേത്, ഇത് പൂർവീക സമുദായത്തിൽപ്പെട്ട ബനൂ ഇസ്രായേലിൽപ്പെട്ടിട്ടുള്ള ചില ദമ്പതികളെ കുറിച്ചാണ്, അവരാണ് അങ്ങനെ ചെയ്തത് എന്ന വ്യാഖ്യാനമുണ്ട്. പക്ഷെ ആ പറയുന്ന കൗലുകൾക്കൊന്നും ഈ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും കൗലുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആ താറുകൾ നമുക്ക് ലഭ്യമല്ല. എന്നാൽ ഒന്നാമത്തേതിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുകയും ചെയ്യും. الثالثة മൂന്നാമത്തെ മസ്അല أن هذا الشرك في مجرد تسمية لم تقصد حقيقتها. ഈ ശിർക്ക് അത് വെറും നാമകരണം മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ലം തുഖ്സദ് ഹഖീഖത്തുഹു, ഉബൂദിയ്യത്തിന്റെ ഹഖീഖത്ത് അല്ലാത്തവർക്ക് നൽകുക എന്നുള്ള ഇബാദത്തിന്റെ ശിർക്ക് ഉദ്ദേശിക്കപ്പെട്ടിട്ടേയില്ല. ആ ഇല്ലെങ്കിൽ പോലും ലഫ്ളിൽ പോലും ശിർക്ക് വരാൻ പാടില്ല. അത് ശിർക്കുൽ അക്ബറിന്റെ ഇനത്തിൽപ്പെടുന്നതാണ്. അത് കമാലു തൗഹീദ്, തൗഹീദിന്റെ പൂർണ്ണതയ്ക്ക് വിരുദ്ധവുമാണ്. അർറാബിയത്തു അന്ന ഹിബത്തല്ലാഹി ലിർറജുലി അൽ ബിൻത സബിയ്യ മിനൻ നിഅം. അല്ലാഹു ഒരു മനുഷ്യന് നൽകി, അൽ ബിൻ ഒരു മകളെ നൽകി. ആ മകൾ എന്ന് പറഞ്ഞാൽ സബിയ്യ, ഒരു വൈകല്യവും ന്യൂനതയും ഇല്ലാത്ത കുട്ടിയാണെങ്കിൽ അത് നിഅ്മത്തിൽപ്പെട്ടതാണ്. കാരണം ആണ് മാത്രമല്ല പെണ്ണും അതുപോലെ തന്നെയാണ്. കാരണം എന്താണ്? ആണും പെണ്ണും രണ്ടും ഒരുപോലെ മക്കളാണ്. അതിൽ പെൺകുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുറവ് ഈ അർത്ഥത്തിൽ പറയാൻ പാടില്ലാത്തതാണ്. അവിടെ ലൈനാതൈതന സ്വാലിഹൻ എന്ന് പറഞ്ഞാൽ ഇൻസാനൻ സബിയ്യ, അതാണാകട്ടെ പെണ്ണാകട്ടെ അതിന് ന്യൂനതകൾ ഉണ്ടാകരുത്. ഒരു നല്ല ന്യൂനതകളില്ലാത്ത വൈകല്യങ്ങളില്ലാത്ത മനുഷ്യക്കുഞ്ഞാവുക എന്നുള്ളതാണ്. അൽ ഖാമിസത്തു അഞ്ചാമത്തേത് ദിക്റു സലഫ്, സലഫുകൾ മുൻകാലത്ത് തന്നെ താബിഈങ്ങൾ, അതുപോലെ തന്നെ സഹാബത്ത് താബിഈങ്ങൾ പോലെയുള്ള സലഫുകളുടെ അടുക്കൽ നിലനിൽക്കുന്ന ആശയമാണ്, അവർ പറഞ്ഞു പോയിട്ടുള്ള ആശയമാണ് അൽ ഫർഖ് ബൈന ശിർക്ക് ഫി ത്വാഅ വശിർക്ക് ഫിൽ ഇബാദ. ത്വാഅത്തിലുള്ള ശിർക്കും അതുപോലെ തന്നെ ഇബാദത്തിലുള്ള ശിർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ത്വാഅത്തിലുള്ള ശിർക്ക് എന്ന് പറഞ്ഞാൽ ശിർക്കുൽ അക്ബറല്ല, മുഖ്രിജു മിനൽ മില്ലത്തല്ല, മുഖല്ലിദു സാഹിബഹു ഫിന്നാറല്ല. മറിച്ച് ശിർക്കുൽ ഇബാദ എന്ന് പറയുന്നത് മുഖ്രിജു സാഹിബഹു മിനൽ മില്ലത്തി ഫി ദുനിയ വ മുഖല്ലിദു ഫഅലഹു ഫിന്നാരി യൗമൽ ഖിയാമ. അത് ഏറ്റവും വലിയ ശിർക്കാണ്. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. هذا والله تعالى أعلم وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. يروى عن رسول الله صلى الله عليه وسلم أنه قال إذا كانت ليلة النصف من شعبان فقوموا ليلها وصوموا نهارها. رواه ابن ماجه. ഈ ഹദീസ് ഇബ്നു മാജ റിവായത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഹദീസിന്റെ സനദിൽ അയോഗ്യരാക്കപ്പെട്ടിട്ടുള്ള പലരുമുണ്ട്. وهذا إسناد مجمع على ضعفه وهو عندي موضوع لأن ابن أبي سبرة رموه بالوضع. ഈ സനദ്, ഈ ഹദീസിന്റെ സനദ് ലഈഫാണെന്നത് ഇജ്മാഉള്ള കാര്യമാണ്. ഈ ഹദീസ് എന്റെ അടുക്കൽ ലഈഫ് മാത്രമല്ല മൗദൂഅ്, കൃതിപ്പുകാർ, റസൂലുള്ളാഹിന്റെ പേരിൽ കള്ള ഹദീസുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കുന്ന ആളുകൾ അവർ നിർമ്മിച്ചുണ്ടാക്കിയ കള്ള ഹദീസാണ്. കാരണം അതിന്റെ റാവിമാരിൽപ്പെട്ട ഇബ്നു അബീ സബറ അദ്ദേഹം കള്ള ഹദീസ് നിർമ്മിക്കുന്ന ആളാണെന്ന ആരോപണമുണ്ട് എന്നതാണ് ഹദീസിന്റെ സ്ഥിതി. അഥവാ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ്, നമ്മൾ ബറാത്ത് രാവ് എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോരുന്നത്. അങ്ങനെ ശഅബാൻ 15 രാവിന് ഈ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രത്യേകത പറയപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്തുമാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങും. ആ ആകാശത്തിലേക്ക് ഇറങ്ങിയിട്ട് അവന്റെ അടിയാറുകളിൽപ്പെട്ട ഒട്ടനവധി സൃഷ്ടികൾക്ക് അവരുടെ പാപങ്ങൾ യഥേഷ്ടം പുറത്തു കൊടുക്കും. പുറത്തു കൊടുക്കാത്തത് 2 വിഭാഗം ആളുകൾക്കാണ് അവരുടെ കാര്യം. ഒന്ന് ശിർക്ക് ചെയ്യുന്ന ആളുകൾ, രണ്ടാമത്തത് മുശാഹിൻ, ദീനിന് സുന്നത്തിനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്ന
റസൂലുള്ളാഹിന്റെ ആധാറുകളോട് സുന്നത്തുകളോട് വിരോധം വെച്ച് പുലർത്തുന്ന അഹ്ലുൽ ബിദ്അഉം അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പകർത്തിക്കൊണ്ട് നടക്കുന്ന ആളുകളും അവർക്കിടയിൽ അത് മാത്രം അവരുടെ ഫയൽ അല്ലാഹു അവിടെ സസ്പെൻഡ് ചെയ്തു വെക്കും. ഇതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവിലോ പകലിലോ ഒരു പ്രത്യേക നോമ്പോ ഒരു പ്രത്യേക നിസ്കാരം, സാധാരണ ശഅബാനിന്റെ 1-ലും 2-ലും 3-ലും 4-ലും മുതൽ 10, 11, 12, 13, 14 വരെയുള്ള ദിവസങ്ങളിൽ ഇല്ലാത്ത ഒരു പ്രത്യേകമായ ഇബാദത്ത്, ലാ സൗമൻ വലാ സ്വലാത്തൻ വലാ സദഖ വലാ ശൈ, ഒരു പ്രത്യേക ഇബാദത്ത് ഹദീസിൽ എവിടെയും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. സ്ഥിരപ്പെട്ടു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങും. നുസൂലുണ്ട്. എത്രയുള്ളാഹു إذا كان ليلة النصف من شعبان اطلع الله إلى خلقه. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ആകുമ്പോൾ അവന്റെ അടിയാറുകളിലേക്ക് നോക്കും. അതിന്റെ ലഫ്ള് കൃത്യം ഇതാണ്. ഏത് നുസൂൽ എന്നുള്ള പദപ്രയോഗമില്ല. യത്ലഉ ഇലാ ഖൽഖിഹി, തന്റെ സൃഷ്ടികളിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കും. നോക്കിയതിന് ശേഷം ഫയഗ്ഫിറു ലിൽ മുഅ്മിൻ വയുംലി ലിൽ കാഫിരീൻ, മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കും, കാഫിരീങ്ങൾക്ക് അല്ലാഹു അവർക്ക് സാവകാശം കൊടുക്കും. വയദഉ അഹ്ലൽ ഹഖദി ബിഹഖദിഹിം ഹത്താ യദഉ, ഹഖദിന്റെ സുന്നത്തിനോട് ഹഖദ് കാണിക്കുന്ന, മുഅ്മിനീങ്ങളോട് ഹഖദ് കാണിക്കുന്ന, പകയും വിദ്വേഷവുമായി നടക്കുന്ന ആളുകൾ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിടും. അവരുടെ കാര്യം തീരുമാനമാക്കില്ല. ആദ്യം അവർ തമ്മിലുള്ളത് തീർക്കട്ടെ, സുന്നത്തിനോടുള്ള അവരുടെ ഹഖദ് തീർക്കട്ടെ, മുഅ്മിനീങ്ങളോട് അവർ കാണിക്കുന്ന ഹഖദ് തീർക്കട്ടെ, അത് തീർത്തിട്ട് നോക്കാമെന്ന് വെക്കും. ഇതല്ലാതെ വേറെ ഒരു കാര്യം, ഒരു പ്രത്യേക ഇബാദത്ത്, ഞാൻ പറഞ്ഞ കാര്യം വേർതിരിക്കണം. എന്താണ് ലൈലത്തുൽ നിസ്ഫി മിൻ ശഅബാൻ ഇല്ല എന്ന് പറഞ്ഞ കാര്യം? ഇബാദത്തുൽ ഖാസ്സ, ഒരു പ്രത്യേകമായ ഇബാദത്ത് ആ ദിവസത്തിലില്ല. നോമ്പില്ല, നിസ്കാരമില്ല, ഖുർആൻ പാരായണമില്ല, സ്വതക്കണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ ഇബാദത്തില്ല. ശഅബാൻ 1 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ഉണ്ടോ അതന്നെ അന്നുള്ളൂ. എന്നാൽ ഉണ്ട് എന്ന് ഞാൻ സ്ഥിരീകരിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നു. അല്ലാഹ് നോക്കുക എന്ന് പറഞ്ഞാൽ അവരോട് അല്ലാഹ് കനിവ് കാണിച്ചിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുത്തരോട് കനിയണ്ട എന്ന് വെച്ചാൽ ലയൻദുറുഇലൈ, അവരിലേക്ക് അല്ലാഹ് നോക്കില്ല. ഒരുത്തരിലേക്ക് അല്ലാഹ് നോക്കി എന്ന് പറഞ്ഞാൽ ലുസൂമൻ, അതിന്റെ ലുസൂമിയായ മഅനയാണ് യഗ്ഫിറുല്ലാഹു ലഹും, അല്ലാഹ് അവർക്ക് പുറത്തു കൊടുക്കുന്നുള്ളത്. അങ്ങനെ അല്ലാഹ് മുഅ്മിനീങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കും. കാഫിരീങ്ങൾ അന്ന് ഒഴിവാക്കും. ഒരു കുറച്ചാലും കൂടി ദുനിയാവിൽ കൂടി പരമാവധി കളിച്ച് നടക്കട്ടെ എന്ന്. മൂന്നാമത്തെ ഒരു വിഭാഗം അവരെ സസ്പെൻഡ് ചെയ്തു കൊടുക്കും. ഒന്ന് മുഅ്മിനീങ്ങൾക്കൊക്കെ പുറത്തു കൊടുക്കും, കാഫിരീങ്ങൾക്ക് അല്ലാഹു ഇവിടെ ഇല്ലാതെ നൽകും. മൂന്നാമത്തെ വിഭാഗം ഹിഖദിന്റെ ആളുകളാണ്, മുശാഹിനീങ്ങളാണ്. മുശാഹിദ് എന്ന് പറഞ്ഞാൽ പല മുഫസ്സിരീങ്ങളും പല ശാരിഹീങ്ങളും അതുപോലെ ചില മുഹദ്ദിസീങ്ങൾ തന്നെയും. അതുകൊണ്ട് അതിന്റെ വ്യാഖ്യാനം നൽകിയത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് വിരോധം വെച്ച് പുലർത്തുന്ന അഹ്ലുൽ അഹ്വാ വൽ ബിദ്അ, ബിദ്അത്തിന്റെ കക്ഷികളാണ്, ഹവയുടെ ആളുകളാണ്. അതുപോലെ തന്നെ സുന്നത്തും അതുപോലെ റസൂലുള്ളാഹിന്റെ ആധാറുകളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളോട് അസൂയയും അതുപോലെ തന്നെ പകയും വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അവരുടെ കാര്യത്തിൽ അല്ലാഹു ഫയൽ അവിടെ സസ്പെൻഡ് ചെയ്തു വെക്കും. ഹത്താ യദഉ, അവരെ ആദ്യം അവരുടെ ഷഹ്ന അവർ ഉപേക്ഷിക്കട്ടെ, അവരുടെ ഹഖദ് അവർ ഉപേക്ഷിക്കട്ടെ, എന്നിട്ട് അവർ ആദ്യം സെറ്റിൽ ചെയ്യട്ടെ, എന്നിട്ട് അവരുടെ കാര്യം നോക്കാമെന്ന് പറയും. ഇതാണ് ഉണ്ട് എന്ന് പറയുന്നത്. ഇല്ല എന്ന് പറഞ്ഞ പ്രത്യേക ഇബാദത്തൊന്നുമില്ല. അതുകൊണ്ട് ശഅബാൻ ഇതുവരെയുള്ള ദിവസങ്ങളിൽ എന്തോ ചെയ്ത് അതല്ലാത്ത വേറൊന്നും ചെയ്യരുത്, ചെയ്താൽ വിജയത്തായി ചെയ്തു. ഇതാണ് എന്റെ കാര്യം. هذا والله تعالى أعلم، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.